ഹലോ മക്കൾ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖല്ലേ? അപ്പൊ നമ്മള് ഇന്റഗ്രേഷന്റെ റിവിഷനാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഫസ്റ്റ് പാർട്ട് നമ്മൾ നേരത്തെ തന്നെ എടുത്തിരുന്നു. ഇത് സെക്കൻഡ് പാർട്ടാണ്. ഇത് ഫസ്റ്റ് പാർട്ടിൽ നിങ്ങൾ പഠിപ്പിച്ച മുഴുവൻ പ്രോബ്ലംസും നിങ്ങൾ നല്ലപോലെ പഠിച്ചിട്ട് വേണം നിങ്ങൾ എക്സാമിന് പോകാൻ. ആ പഠിപ്പിച്ച പ്രോബ്ലംസ് അതൊക്കെ ഷുവർ ക്വസ്റ്റ്യൻസ് ആണ്, എക്സാമിന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസുകളാണ്. അപ്പൊ അതൊക്കെ നിർബന്ധമായും പഠിക്കുക. അതോടൊപ്പം തന്നെ ഡെഫിനിറ്റ് ഇന്റഗ്രൽ എന്ന പാർട്ടിൽ നിന്ന് നമ്മൾ ഇപ്പോൾ പഠിക്കാൻ പോകുന്ന വളരെ കുറഞ്ഞ ചോദ്യങ്ങൾ കൂടിയുണ്ട്. അതും കൂടി നിങ്ങൾ നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്തിട്ട് വേണം നിങ്ങൾ എക്സാമിന് പോകാൻ. എങ്കിൽ ഇന്റഗ്രേഷനിൽ നിങ്ങൾക്ക് ഫുൾ മാർക്കാണ്, ഒരു പേടിയും വേണ്ട. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഡെഫിനിറ്റ് ഇന്റഗ്രൽ, ഇന്റഗ്രേഷന്റെ രണ്ടാമത്തെ ഭാഗമാണ്. ഡെഫിനിറ്റ് ഇന്റഗ്രൽ എന്ന് പറയുന്ന ഏരിയ ആണ്. അപ്പൊ ഡെഫിനിറ്റ് ഇന്റഗ്രലിൽ നിന്ന് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നമുക്ക് നോക്കാം. അതിനു മുൻപ് ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് മുഴുവൻ എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. കമാ. മക്കളെ, നമുക്ക് ഡെഫിനിറ്റ് ഇന്റഗ്രൽ എന്ന് പറയുന്ന പാർട്ടിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത് ഇവിടെ വന്നിരിക്കുന്നു. ഇന്റഗ്രൽ ഓഫ് 0 to 1 tan inverse x divided by 1 plus x square. കണ്ടോ, ഇതേ സെയിം ക്വസ്റ്റ്യൻ നമ്മൾ എവിടെ ചെയ്തിട്ടുണ്ട്? ഇന്റഗ്രേഷനകത്ത് ചെയ്തിട്ടുണ്ട്, അതായത് ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയാ ചെയ്തേ? നമുക്കറിയാം, ഇന്റഗ്രൽ ഓഫ് tan inverse x divided by 1 plus x square dx എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് ഈ തന്നിരിക്കുന്ന tan inverse x-നെ നമ്മൾ എന്തായിട്ട് കൊടുക്കും? t ആയിട്ട് കൊടുക്കും. ഓക്കെ, tan inverse x-നെ t ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ റിസൾട്ട് എന്ത് കിട്ടും? 1/1 plus x square dx ഈക്വൽ ടു dt എന്ന് കിട്ടൂലേ? അതേ 1/1 plus x square dx ഇവിടെ നോക്കിയേ, ഡിനോമിനേറ്ററിൽ 1 plus x square ഉണ്ട്. ഈ tan inverse x മാറ്റിയാൽ പിന്നെ 1 ആണ് ഉണ്ടാവുക. അപ്പൊ ഇത് നമുക്ക് എന്ത് ചെയ്യാം? ദാറ്റ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് ഈ tan inverse x നെ t ആക്കാം, 1/1 plus x square നെ നമുക്ക് dt ആക്കാം. അങ്ങനെയാണെങ്കിൽ ഇന്റഗ്രൽ ഓഫ് t into dt എന്ന് പറയുമ്പോൾ t square by 2 plus c എന്ന് പറഞ്ഞാൽ 1/2 t square എന്ന് പറയുമ്പോൾ tan inverse x ന്റെ സ്ക്വയർ പ്ലസ് c എന്നാണ് നമുക്ക് കിട്ടുക, അല്ലെ? ഈ രീതിയിലാണ് ചോദ്യം ഉണ്ടാവുക. അപ്പൊ ഇതിനെ നമുക്ക് എന്തിലേക്ക് തരുമ്പോൾ, ലിമിറ്റ് വെച്ച് തരുമ്പോൾ ഈ ചെയ്ത് c ഒഴിവാക്കാതെ ഈ പറയുന്ന c അങ്ങോട്ട് ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള വിലയായ 1/2 കണ്ടോ, അവിടെ വന്നിരിക്കുന്ന tan ഇൻവേഴ്സ് x ന്റെ സ്ക്വയർ, ഇത്രയും വിലയ്ക്ക് നമ്മൾ ലിമിറ്റ് കൊടുക്കുക. ലിമിറ്റ് എത്ര? 0 to 1 കണ്ടോ. അപ്പൊ ഈ 1/2 അതേപോലെ പുറത്ത് കിടന്നോട്ടെ, 1/2 ഇവിടെ കിടന്നോട്ടെ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഈ അപ്പർ ലിമിറ്റ് നമ്മൾ ഇവിടെ കൊടുക്കുന്നു. അപ്പൊ എന്താ കിട്ടുക? tan ഇൻവേഴ്സ് 1 ന്റെ സ്ക്വയർ മൈനസ് tan ഇൻവേഴ്സ് 0 സ്ക്വയർ. ഓക്കെ, സോ ദാറ്റ് ഈക്വൽ ടു 1/2 ഇൻറ്റു ടാനിന് 1 കിട്ടുന്നത് π/4 വരുമ്പോഴാണ്. π/4 ന്റെ സ്ക്വയർ മൈനസ് tan ഇൻവേഴ്സ് 0 എന്ന് പറയുമ്പോൾ 0. ഓക്കെ, അതിന്റെ സ്ക്വയറും 0 ആയി പോവും. അപ്പോൾ ഇവിടെ ആൻസർ വരിക 1/2 ഇൻറ്റു പൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ 16. സോ ആൻസർ ഈസ് പൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ 32 എന്ന് ആൻസർ കിട്ടും. കേട്ടോ, ഈ രീതിയിലാണ് ആ പ്രോബ്ലത്തെ നമ്മൾ സോൾവ് ചെയ്യേണ്ടത്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതെങ്ങനെയാണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. സാധാരണ ഇന്റഗ്രേഷൻ നിങ്ങൾക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ടിൽ സി ഒഴിവാക്കി ബാക്കിയുള്ള വിലയ്ക്ക് ലിമിറ്റ് കൊടുക്കുക. ദാറ്റ്സ് ഇറ്റ്. ഇതെങ്ങനെയാ ചെയ്യേണ്ടതെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ റിവിഷൻ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ശ്രദ്ധിക്കുക, ഇന്റഗ്രൽ 0 to π/2 cos x into dx. ഇന്റഗ്രൽ 0 to π/2 cos x into dx എന്നാണ് മക്കളെ ചോദ്യം വന്നിട്ടുള്ളത്. നമുക്ക് എങ്ങനെ ചെയ്യാം? ഇന്റഗ്രൽ 0 to π/2 cos x നെ ചെയ്യുന്നത് നിങ്ങൾക്കറിയാം. ഇന്റഗ്രൽ ഓഫ് cos x into dx എന്താണ്? ഇന്റഗ്രൽ ഓഫ് cos x into dx എന്ന് പറഞ്ഞാൽ that is equal to sin x plus c എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ള ഇന്റഗ്രേഷൻ, അല്ലെ? ഇന്റഗ്രൽ ഓഫ് cos x into dx എന്ന് പറഞ്ഞാൽ sin x plus c. അപ്പൊ ഇവിടെ ആൻസർ വരുമ്പോ ആ sin x നെ എടുത്ത് എഴുതാം, അതോടൊപ്പം തന്നെ പ്ലസ് സി ഒഴിവാക്കുക, ലിമിറ്റ് കൊടുക്കുക 0 to π/2. ഓക്കെ, ഇനി അപ്പർ ലിമിറ്റ് താഴേക്ക് എടുത്ത് എഴുതുന്നു, സൈൻ ഓഫ് π/2 മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുന്നു സൈൻ 0. സൈൻ π/2 1 ആണ്, സൈൻ 0 0. ദ ആൻസർ ഈസ് ഈക്വൽ ടു 1.
കണ്ടോ? ഈ രീതിയിൽ നമ്മൾ ഇതിനെ പ്രോബ്ലത്തെ സോൾവ് ചെയ്യുക. ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻസുകളാണ്, ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. നന്നായി പഠിച്ചിട്ട് വേണം എക്സാമിന് പോകാൻ. അടുത്ത പാർട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഇന്റഗ്രൽ 0 to pi by 2 x cos x ആണ്. ഇന്റഗ്രൽ 0 to pi by 2 x cos x. അപ്പൊ നിങ്ങൾക്കറിയാം ഇന്റഗ്രൽ ഓഫ് എക്സ് കോസ് എക്സ് ഇൻറ്റു ഡി എക്സ് എന്നൊരു ചോദ്യം കിട്ടിയാൽ ഇതിനെ എങ്ങനെയാണ് നമ്മൾ സോൾവ് ചെയ്യുക? ഇവിടെ 0 to pi by 2 എന്ന് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് ഒരു പ്രോപ്പർട്ടി ബേസ്ഡ് പ്രോബ്ലം ആണെന്ന്. പ്രോപ്പർട്ടി ബേസ്ഡ് പ്രോബ്ലം എപ്പോ ചെയ്യണമെന്ന് ചോദിച്ചാൽ തരുന്ന ട്രിഗണോമെട്രിക് ഫംഗ്ഷനിൽ ഒന്നെങ്കിൽ എന്തുണ്ടാവണം, ഫ്രാക്ഷൻ ആയിരിക്കണം, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും വേണം. അതല്ല എന്നുണ്ടെങ്കിൽ ആ തന്നിരിക്കുന്ന ട്രിഗണോമെട്രിക് ഫംഗ്ഷനിൽ ഒരു പവർ ഉണ്ടാവും, ഒന്നെങ്കിൽ സ്ക്വയറോ ക്യൂബോ റേസ് ടു 3/2 അല്ലെങ്കിൽ റേസ് ടു 4. അപ്പൊ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക 0 to a എന്ന പ്രോപ്പർട്ടി ആണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കും. 0 to a എന്ന് പറയുന്ന പ്രോപ്പർട്ടി അല്ല നമ്മളിവിടെ അപ്ലൈ ചെയ്യേണ്ടത്. 0 to a പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യണമെങ്കിൽ തന്നിരിക്കുന്ന ട്രിഗണോമെട്രിക് ഫംഗ്ഷനിൽ ഒരു സ്ക്വയറോ അല്ലെങ്കിൽ ക്യൂബോ അതല്ലെങ്കിൽ ഒരു ഫ്രാക്ഷനോ ഉണ്ടാവണം. ക്ലിയർ ആയല്ലോ? അത് അങ്ങനെ മനസ്സിലാക്കി വെക്കുക. ഇനിയിപ്പോ ഇതിനെ 0 to a പ്രോപ്പർട്ടി ഉപയോഗിച്ച് ചെയ്യാം, പക്ഷെ അത് വേണ്ട. നിങ്ങൾ ഇതിനെ ചെയ്യുന്നത് ഈ രീതിയിൽ ചെയ്താൽ മതി. ശ്രദ്ധിച്ചോളൂ, എങ്ങനെ ചെയ്യാം? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ. കണ്ടല്ലോ, ഫസ്റ്റ് ഫംഗ്ഷൻ ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ മൈനസ് ഇന്റഗ്രൽ ഓഫ് ദി ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ. നിങ്ങൾ ഇതിനെ ചെയ്യാൻ എന്താണ് ബൈ പാർട്സ് എന്ന രീതിയിൽ പഠിച്ചിട്ടുണ്ട്. നമുക്കൊന്നുകൂടെ നോക്കാം. എക്സ് അതുപോലെ എഴുതി, കോസ് എക്സിന്റെ വില കോസ് എക്സ് എന്തായിട്ട് മാറി, സൈൻ എക്സ് ആയിട്ട് മാറി, മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് 1 ആയിട്ട് മാറും. ഇന്റഗ്രൽ ഓഫ് കോസ് എക്സ് വീണ്ടും എന്തായിട്ട് മാറും, സൈൻ എക്സ് ഇൻറ്റു ഡി എക്സ് എന്ന് മാറും. സോ അങ്ങനെയാണെങ്കിൽ എക്സ് സൈൻ എക്സ് മൈനസ് ഇന്റഗ്രൽ ഓഫ് സൈൻ എക്സ് എന്ന് പറയുന്നത് എന്തായിട്ട് മാറും, മൈനസ് കോസ് എക്സ് ആകും. അപ്പൊ ഇത് പ്ലസ് കോസ് എക്സ് പ്ലസ് സി എന്നാണ് ആൻസർ കിട്ടുക. എന്നാൽ ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാൻ നമ്മൾ ആ സി യെ ഒഴിവാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, എക്സ് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് എന്ന് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ലിമിറ്റ് കൊടുക്കാം. ലിമിറ്റ് ഓരോ ടേമിനും നിങ്ങൾ സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും എളുപ്പം. ഓരോ ടേമിനും സെപ്പറേറ്റ് ചെയ്ത് കൊടുത്താൽ അതായിരിക്കും ഈസി മെത്തേഡ്. സോ ദാറ്റ് ഈക്വൽ ടു നമുക്കിവിടെ കൊടുക്കാം, എക്സിന് π/2 കൊടുത്തു, അടുത്ത സൈൻ π/2, ഓക്കെ, മൈനസ് എക്സിന് 0 കൊടുക്കുമ്പോൾ ആ ടേം മൊത്തം 0 ആയി പോകും, പ്ലസ് അടുത്ത ബ്രാക്കറ്റിൽ എക്സിന് π/2 കൊടുത്തു, അപ്പൊ കോസ് π/2 മൈനസ് കോസ് 0, ആ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു π/2 സൈൻ π/2 1 ആകും, ഇത് 0 തന്നെയാണ്, പ്ലസ് കോസ് π/2 0 ആകും, മൈനസ് കോസ് 0 1 ആകും. ആൻസർ ഈസ് π/2 മൈനസ് 1 എന്നുണ്ടാവും. ദാറ്റ് ഈസ് ദ ആൻസർ. മക്കളെ ഇതിലൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. മെത്തേഡ് 3 അല്ല, ഇതെന്താണ്, മെത്തേഡ് 1 തന്നെയാണ് കേട്ടോ. മെത്തേഡ് 1 തന്നെയാണ്, ഇതെല്ലാം മെത്തേഡ് 3യിൽ ചെയ്യേണ്ട ഒരു പ്രോബ്ലം അല്ല. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ശ്രദ്ധിക്കുക. മെത്തേഡ് 2, മെത്തേഡ് 1ൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. സാധാരണ ഇന്റഗ്രേഷൻ തരുന്നു, അതിന് ലിമിറ്റ് കൊടുക്കുന്നു, അതാണ് മെത്തേഡ് 1. ഫണ്ടമെന്റൽ തിയറി ഉപയോഗിച്ചിട്ടുള്ള പ്രോബ്ലംസ് ആണ് മെത്തേഡ് 1. അതിൽ ഈ പഠിപ്പിച്ച പ്രോബ്ലംസുകൾ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, നന്നായി പഠിച്ചിട്ട് പോവാം. അടുത്ത നമുക്ക് നോക്കാം മെത്തേഡ് 2. മെത്തേഡ് 2 എന്ന് പറയുമ്പോൾ അതൊരു പ്രോപ്പർട്ടി ബേസ്ഡ് പ്രോബ്ലം ആണ്. അതായത് ഇന്റഗ്രൽ ഓഫ് എ ടു ബി എഫ് ഓഫ് എക്സ് ഇൻറ്റു ഡി എക്സ് എന്ന് തന്നിരിക്കുമ്പോൾ അത് എ ടു സി f1 ഓഫ് എക്സ് ഇൻറ്റു ഡി എക്സ് പ്ലസ് സി ടു ബി f2 ഓഫ് എക്സ് ഇൻറ്റു ഡി എക്സ്. അതായത് ഈ പറയുന്ന സി എന്ന് പറയുന്ന വില എക്കും ബിക്കും ഇടയ്ക്ക് വരുന്ന ഒരു നമ്പർ ആയിരിക്കും. അതായത് എ മുതൽ ബി വരെയുള്ള ലിമിറ്റിനെ ഇടയ്ക്ക് വെച്ച് നമ്മൾ കട്ട് ചെയ്യുന്നു, എ മുതൽ സി വരെയും സി മുതൽ ബി വരെയും. അപ്പൊ ഇത്തരം പ്രോബ്ലംസിന്റെ ഒരു പ്രത്യേകത ശ്രദ്ധിച്ചോളുക. ഇത്തരം പ്രോബ്ലംസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തരുന്ന ചോദ്യത്തിനകത്ത് മോഡുലസ് ഉണ്ടായിരിക്കും. അത് നിങ്ങൾ ഉറപ്പിച്ചോളുക. തരുന്ന ചോദ്യത്തിനകത്ത് മോഡുലസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ തന്നിരിക്കുന്ന പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യണം. അതങ്ങോട്ട് അടിവരായിട്ട് മനസ്സിലാക്കി വെച്ചേക്കുക. തന്നിരിക്കുന്ന ചോദ്യത്തിനകത്ത് എന്തുണ്ടാവും, മോഡുലസ് ഉണ്ടാവും. മോഡുലസ് ഉണ്ടെങ്കിൽ ഇനി ലിമിറ്റ് എന്തോ ആയിക്കോട്ടെ, ലിമിറ്റ് ഈ തന്നിരിക്കുന്ന ലിമിറ്റ് വാല്യൂ എന്തോ ആയിക്കോട്ടെ, പക്ഷെ തന്നിരിക്കുന്ന ചോദ്യം ഈ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഒരു മോഡുലസ് ഫംഗ്ഷൻ ആയിരിക്കും. അങ്ങനെ വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം,
ഈ തന്നിരിക്കുന്ന പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യണം. എന്താ നോക്കാം മക്കളെ, ശ്രദ്ധിക്കും. ഈ തന്നിരിക്കുന്ന മെത്തേഡ് 2 ചോദ്യമാണ് ഇന്റഗ്രൽ ഓഫ് 1 to 4 ദ മോഡുലസ് x - 2. കണ്ടോ, തന്നിരിക്കുന്ന ചോദ്യത്തിനകത്ത് മോഡുലസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഇതിനെ എങ്ങനെ സോൾവ് ചെയ്യും? ഇതിനെ സോൾവ് ചെയ്യാൻ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് സൈഡിലേക്ക് മാറ്റി ഒരു റിയൽ ലൈൻ വരയ്ക്കണം. ഓക്കെ, റിയൽ ലൈൻ വരച്ചിട്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് 1 അവസാനിക്കുന്ന പോയിന്റ് 4. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് 1 അവസാനിക്കുന്ന പോയിന്റ് 4. ഇനി നിങ്ങൾ നോക്കുക, ഈ മോഡുലസ് എന്ന് പറയുന്ന വില x-2 ആണ്. മോഡുലസ് എന്ന് പറയുന്ന വില x-2 ആണ്. ഈ തന്നിരിക്കുന്ന മോഡുലസിന്റെ അകത്ത് ഉൾഭാഗത്ത് 0 എന്ന് വരുത്താൻ, അതായത് 2 വരയുടെ അകത്ത് 0 എന്ന് കിട്ടാൻ, 2 വരയുടെ അകത്ത് 0 എന്ന് കിട്ടണമെങ്കിൽ ഈ എക്സിന് ഞാൻ ആരെ കൊടുക്കണം? എക്സിന് 2 കൊടുക്കണം. എക്സിന് 2 കൊടുത്താൽ 2 - 2 എന്ന് പറയുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? 0 എന്ന് കിട്ടും. ശരിയല്ലേ? അപ്പോൾ ഈ എക്സിന് ഞാൻ ഇതിന്റെ മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നില്ല, ഞാൻ നിങ്ങൾക്ക് എക്സാമിന് വേണ്ടിയിട്ടുള്ള കൺസെപ്റ്റ് മാത്രം പറഞ്ഞുതരാണ്. ഈ 2 വരയുടെ ഉൾഭാഗത്ത് 0 എന്ന് കിട്ടുന്നതിന് എക്സിന് കൊടുക്കേണ്ട വില 2 ആണ്. ആ 2 എന്ന പോയിന്റ് ഇവിടെ അടയാളപ്പെടുത്തുക. ഓക്കെ, ആ 2 എന്ന പോയിന്റ് അടയാളപ്പെടുത്തിയിട്ട് നിങ്ങൾ നോക്കണം, ഈ 1നും 2നും ഇടയ്ക്ക് നിങ്ങൾക്ക് അറിയാവുന്ന വില എടുക്കാം. ആ വില ഈ തന്നിരിക്കുന്ന ചോദ്യത്തിൽ കൊടുക്കുമ്പോൾ പോസിറ്റീവ് വാല്യൂ ആണോ ഈ 2 വരയ്ക്കുള്ളിൽ കിട്ടുന്നത്, നെഗറ്റീവ് വിലയാണോ ആ 2 വരയ്ക്കുള്ളിൽ കിട്ടുന്നത് നിങ്ങൾ കണ്ടുപിടിക്കണം. നമുക്ക് നോക്കാം. ഇവിടെ ശ്രദ്ധിക്കൂ, ഈ 1നും 2നും ഇടയ്ക്കുള്ള ഒരു വില, 1നും 2നും ഇടയ്ക്കുള്ള വില എന്ന് പറയുമ്പോൾ 1.5 എടുക്കാം അല്ലെ. ഈ 1.5 മോഡുലസിനകത്ത് കൊടുത്താൽ എന്ത് കിട്ടും? മോഡുലസ് 1.5 - 2 എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന വില -0.5 എന്നാണ്. മോഡുലസിനകത്ത് കിട്ടുന്ന വില നെഗറ്റീവ് ആണ്. മോഡുലസിനകത്ത് കിട്ടുന്ന വില നെഗറ്റീവ് ആണെങ്കിൽ ഈ മോഡിന് പകരം ഒരു നെഗറ്റീവ് കൊടുത്തെടുക്കാം, -(x-2). കണ്ടോ, ഇങ്ങനെ മനസ്സിലാക്കി വെക്കുക. ഇപ്പൊ നമുക്ക് അതിന്റെ തിയറി പാർട്ടിലേക്ക് പോകാനുള്ള സമയമില്ല. അപ്പൊ ഇത് ഇങ്ങനെ മനസ്സിലാക്കി വെക്കുക. ഇനി മൈനസ് അകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഇതെന്താവും? എക്സ് നെഗറ്റീവ് ആവും, ഇത് പോസിറ്റീവ് ആവും. അപ്പൊ 2 - x എന്ന് ഈ ഭാഗത്തെ ഫംഗ്ഷൻ കിട്ടും. ഓക്കെ, ഇനി 2നും 4നും ഇടയ്ക്ക് നോക്കൂ. 2നും 4നും ഇടയ്ക്ക് എനിക്ക് 3 എടുക്കാം, 3 എന്ന വില എടുക്കാം. ഓക്കെ, 2നും 4നും ഇടയ്ക്കുള്ള വിലയായിട്ട് 3 എടുക്കാം. 3 എടുത്തു കഴിഞ്ഞാൽ മോഡുലസ് എക്സിന്റെ വില 3 കൊടുത്തു, -2, 3 - 2. അപ്പൊ എനിക്ക് കിട്ടിയ മോഡുലസിനകത്ത് 1 ആണ്. മോഡുലസിനകത്ത് കിട്ടിയ വില പോസിറ്റീവ് ആണ്. അതുകൊണ്ട് ഈ മോഡിന് പകരം പോസിറ്റീവ് ആയിട്ട് എടുക്കാം. പോസിറ്റീവ് ഓഫ്, ഈ മൈനസ് ഓഫ് എന്ന് പറഞ്ഞതിന് പകരം പോസിറ്റീവ് ഓഫ്. അപ്പൊ എന്ത് കിട്ടും? x-2 തന്നെ എഴുതിയാൽ മതി. പോസിറ്റീവ് ഓഫ് x-2 എന്ന് പറഞ്ഞാൽ എത്ര? x-2. അപ്പൊ ഈ 2 ഫംഗ്ഷൻസും കിട്ടിയെങ്കിൽ ഇതിനെ നമുക്ക് ഇനി ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം. ഇന്റഗ്രൽ ഓഫ്, ശ്രദ്ധിക്കുക, 1 മുതൽ 2 വരെ, 1 മുതൽ 2 വരെ ഫംഗ്ഷൻ ആയിട്ട് നമുക്ക് 2 - x × dx ഉം പ്ലസ് ഇന്റഗ്രൽ അടുത്ത 2 മുതൽ 4 വരെ, 2 മുതൽ 4 വരെ ഫംഗ്ഷൻ ആയിട്ട് x-2 × dx എന്നെടുക്കാം. കേട്ടോ, ഇങ്ങനെയാണ് നമ്മൾ അതിനെ സ്പ്ലിറ്റ് ചെയ്യേണ്ടത്. സോ ദാറ്റ് ഈക്വൽ ടു, ഈ 2 എന്ന് പറയുമ്പോൾ അത് 2x ആവും. ആ 2വിനെ വെളിയിലിട്ടിട്ട് ഇൻഡിവിജ്വൽ ആയിട്ട് ലിമിറ്റ് കൊടുക്കുന്നതാണ് ഏറ്റവും എളുപ്പം. കണ്ടല്ലോ, 1 to 2. ഇനി അടുത്ത -2, x എന്ന് പറയുന്നതിന്റെ ഇന്റഗ്രേഷൻ x²/2 ആവും. അതിനും നമുക്ക് ലിമിറ്റ് കൊടുക്കാം 1 to 2 പ്ലസ് അടുത്തത് x എന്ന് പറയുന്നത് x²/2 ആവും. അതിനും നമുക്ക് ലിമിറ്റ് കൊടുക്കാം 2 to 4 -2x, 2 എന്ന് പറയുന്നത് 2x ആവും. അതിന് നമുക്ക് ലിമിറ്റ് കൊടുക്കാം 2 to 4. അങ്ങനെയാണെങ്കിൽ ഇനി നമ്മൾ ചെയ്യുന്നത് = 2 പുറത്തിട്ടു. ഇവിടെ എന്തായിട്ട് 2 - 1 മൈനസ് ഇവിടെ 1/2 നമുക്ക് ഇനി പുറത്തെടുക്കാം. ഓക്കെ, 1/2 പുറത്തെടുക്കാം. 1/2 പുറത്തെടുത്താൽ ഈ 2 അപ്പർ ലിമിറ്റ് ഇവിടെ കൊടുക്കുമ്പോൾ 2ന്റെ സ്ക്വയർ 4 മൈനസ് 1ന്റെ സ്ക്വയർ 1 എന്ന് കിട്ടും. പ്ലസ് ഇവിടെയും നമുക്ക് 1/2 ഇനി പുറത്തേക്ക് എടുക്കാം. ഓക്കെ, 4 ഇവിടെ കൊടുക്കുമ്പോൾ അപ്പർ ലിമിറ്റ് 4 കൊടുക്കുമ്പോൾ 4ന്റെ സ്ക്വയർ 16 മൈനസ് 2ന്റെ സ്ക്വയർ 4 എന്ന് കിട്ടും. മൈനസ് 2 പുറത്ത് നിൽക്കട്ടെ, അപ്പർ ലിമിറ്റ് 4 മൈനസ് ലോവർ ലിമിറ്റ് 2. ഇങ്ങനെയാണല്ലോ നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പൊ ഇത് എത്രയാവും? 2 - 1 എന്ന് പറയുന്നത് 1 ആണ്. 2 × 1 അപ്പൊ 2 മൈനസ് ഈ 4 - 1 3 ആവും. അപ്പൊ ഇവിടെ വില 3/2. അടുത്ത പ്ലസ് ഇവിടെ 16 - 4 എന്ന് പറയുന്നത് 12 ആകും. അപ്പൊ ഇവിടെ 12 / 2 മൈനസ് അടുത്തത്
ഇവിടെ 4 minus 2 2, 2 into 2 എന്താവും 4 ആവും. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഈ 2 ഉം 12 കൂടെ 6 കിട്ടും. അപ്പൊ നമുക്ക് വില ഇങ്ങനെ എഴുതാം, 2 plus 6 minus 4, 2 plus 6 minus 4 minus 3/2. അപ്പൊ ആൻസർ എന്താവും? 2 plus 6 എന്ന് പറയുമ്പോൾ 8 ആണ്. 8 minus 4 എന്ന് പറഞ്ഞാൽ 4 minus 3/2. അപ്പൊ ഇതിന്റെ വില ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 8 minus 3/2, the answer is 5/2 എന്ന് കിട്ടും. ഓക്കെ, ഈ രീതിയിലാണ് നമ്മൾ ഇതിനെ പ്രോബ്ലത്തെ സോൾവ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇത് ചെയ്തെടുത്ത രീതി നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാം. അപ്പൊ ഇതെങ്ങനെയാ ചെയ്യുന്നത് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ശ്രദ്ധിക്കുക, ഇതേ മോഡൽ ക്വസ്റ്റ്യൻ അടുത്തത് കൊണ്ട് നോക്കൂ. -5 to 5. അപ്പൊ ഇത് വേറെ പ്രോപ്പർട്ടി ആണോ എന്ന് വിചാരിക്കരുത്. മോഡുലസ് ഉണ്ടോ? മോഡുലസ് ഉണ്ടെങ്കിൽ ഇത് ഏത് പ്രോപ്പർട്ടിയാണ്? നമ്മുടെ രണ്ടാമത്തെ മെത്തേഡാണ്. ഓക്കെ, അപ്പൊ ഇതിനെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്യാം. റിയൽ ലൈൻ വരയ്ക്കാം. നമുക്ക് ഇവിടെ ചെയ്യാം. ഓക്കെ, ആ റിയൽ ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് -5ഉം അത് അവസാനിക്കുന്ന പോയിന്റ് 5ഉമാണ്. ഇനി നിങ്ങൾ നോക്കുക, ഇവിടെ തന്നിരിക്കുന്ന ചോദ്യത്തിൽ മോഡുലസ് x+2 എന്ന് പറയുന്ന വില ഈ തന്നിരിക്കുന്ന 2 വരയ്ക്കുള്ളിൽ, മോഡുലസിന്റെ 2 വരയ്ക്കുള്ളിൽ 0 എന്ന് കിട്ടണമെങ്കിൽ എക്സിന്റെ വിലയായി കൊടുക്കേണ്ടി വരുന്നത് -2 ആണ്. ശരിയല്ലേ? -2 + 2 ആണ് എന്തായിട്ട് മാറുക? 0. അപ്പൊ ആ -2 നമ്മൾ ഇവിടെ നോട്ട് ചെയ്യണം. -2 എങ്കിൽ അടുത്ത സ്റ്റെപ്പ് -5നും -2നും ഇടയിലുള്ള വില നമുക്കൊരു -3 എടുക്കാം. ആ -3 എടുക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കൂ, ഈ തന്നിരിക്കുന്ന മോഡുലസിനകത്ത് എക്സിന് -3 പ്ലസ് അവിടെ 2 കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വില മോഡുലസ് -1 എന്നാണ്. അതായത് കിട്ടിയ വില നെഗറ്റീവാണ്. മോഡിനകത്ത് കിട്ടിയ വില നെഗറ്റീവാണ്. അപ്പൊ ഇവിടെ നമുക്ക് എന്തെടുക്കാം? മൈനസ് ഓഫ് എന്ന് പറഞ്ഞുകൊണ്ട് ആ x+2വിനെ നമുക്ക് എടുക്കാം. എന്ന് പറഞ്ഞാൽ -x-2 എന്നാണ് അവിടുത്തെ ഫംഗ്ഷൻ. ഓക്കെ, ഇനി -2നും 5നും ഇടയ്ക്ക് നമുക്ക് ആരെ എടുക്കാം? -2നും 5നും ഇടയ്ക്ക് വേണമെങ്കിൽ 0 എടുക്കാം, അല്ലെങ്കിൽ -1 എടുക്കാം. -1നെ എടുത്താൽ മോഡുലസ് -1 പ്ലസ് എക്സിന്റെ വില -1 + 2 എന്ന് പറയുമ്പോൾ കിട്ടുന്ന വില പോസിറ്റീവ് അല്ലേ? പോസിറ്റീവ് 1 ആണ്. മോഡിനകത്ത് കിട്ടിയ വില പോസിറ്റീവ് ആണ്. ഇതിന് പുറത്തേക്ക് വരുന്ന വില എല്ലായ്പ്പോഴും പോസിറ്റീവ് ആവും. നമ്മൾ മോഡിനകത്ത് കിട്ടുന്ന വിലയെ കുറിച്ചാണ് നോക്കുന്നത്. അപ്പൊ ഇവിടെ കിട്ടിയ വില പോസിറ്റീവ് ആണ്. അപ്പൊ ഇവിടെ വാല്യൂ നമുക്ക് പോസിറ്റീവ് ആയിട്ട് തന്നെ എടുക്കാം. x+2 എന്ന് തന്നെ എടുക്കാം. കണ്ടോ? അങ്ങനെയാണെങ്കിൽ ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നമുക്ക് ഈ രീതിയിൽ മാറ്റാം. ഇന്റഗ്രൽ ഓഫ് -5 മുതൽ -2 വരെ -x-2 × dx എന്ന ഫംഗ്ഷൻ പ്ലസ് അടുത്തത് ഇന്റഗ്രൽ ഓഫ് -2 മുതൽ 5 വരെ ഫംഗ്ഷൻ x+2 × dx എന്നാണ് നമ്മൾ മാറ്റുക. ഓക്കെ, ഇനി ഇതിനെ ഇന്റഗ്രേഷൻ ചെയ്യുന്നു. ഇന്റഗ്രേഷൻ ചെയ്ത് ലിമിറ്റ് കൊടുക്കാം. ദാറ്റ് ഈക്വൽ ടു മൈനസ് അവിടെ നിൽക്കട്ടെ. എക്സ് എന്ന് പറയുന്നത് x²/2 ആകും. അതിന് നമ്മൾ ലിമിറ്റ് കൊടുക്കുന്നു -5 മുതൽ -2 വരെ മൈനസ് 2 എന്ന് പറയുന്ന ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 2x ആവും. ക്ലോസ്ഡ് ഇന്റർവൽ -5 മുതൽ -2 വരെ പ്ലസ് അടുത്ത ഇവിടെ x എന്ന് പറയുന്ന വില ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ x²/2 ആകും. അതിന് നമ്മൾ ലിമിറ്റ് കൊടുക്കുന്നു -2 മുതൽ 5 വരെ പ്ലസ് അടുത്ത 2 ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 2x ആവും. 2നെ പുറത്തിട്ടിട്ട് എക്സിന് ലിമിറ്റ് കൊടുക്കാം -2 മുതൽ 5 വരെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ദാറ്റ് ഈക്വൽ ടു ഇവിടെ -1ഓടൊപ്പം തന്നെ ഈ 1/2 കൂടെ നമ്മൾ ഇനി പുറത്തേക്ക് എടുത്താൽ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. -1/2 പുറത്തുപോയി. -2ന്റെ സ്ക്വയർ 4 ആകും. -5ന്റെ സ്ക്വയർ 25 ആകും. ഓക്കെ, -2 പുറത്ത് നിൽക്കട്ടെ. ഈ -2 എക്സിന് കൊടുക്കാം മൈനസ്, അടുത്ത -5 കൊടുക്കുമ്പോൾ ഇത് +5 ആകും. ഓക്കെ, അടുത്ത പ്ലസ് ഈ 1/2 നമുക്ക് ഇങ്ങ് പുറത്തേക്ക് എടുക്കാം. 1/2 പുറത്തേക്ക് എടുത്താൽ പിന്നെ അവിടെ x² മാത്രമാണ്. 5ന്റെ സ്ക്വയർ 25 ആകും. -2ന്റെ സ്ക്വയർ 4 ആകും. പ്ലസ് ആ 2 പുറത്തിട്ടിട്ട് എക്സിന് 5 കൊടുക്കാം മൈനസ്, അടുത്ത എക്സിന്റെ വില -2, അപ്പൊ ഇത് +2 ആകും. ഇനി നമുക്ക് വില എടുക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 4 - 25 അത് -21 ആണ്. അത് ഇതുമായിട്ട് ഈ -1/2 ആയിട്ട് ചേരുമ്പോൾ 21/2 മൈനസ് അടുത്ത -2 + 5 3 ആണ്. 3 × 2 അത് 6 ആകും. അടുത്ത പ്ലസ്
ഇവിടെ 25 മൈനസ് 4 21 ആണ്. 21 ഇൻറ്റു 1/2 എന്ന് പറയുമ്പോൾ അത് 21/2 തന്നെയാകും. അടുത്തത് 7 ഇൻറ്റു 2 ദാറ്റ് ഈസ് ഈക്വൽ ടു പ്ലസ് അത് 14 ആവും. ഓക്കെ, നമ്മളിവിടെ ചെയ്താൽ 21/2 പ്ലസ് 21/2, 21ന്റെ പകുതിയും 21ന്റെ പകുതിയും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 21 കിട്ടും. -6 പ്ലസ് 14, -6 പ്ലസ് 14 എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര കിട്ടും? 8 കിട്ടും അല്ലെ? +8 കിട്ടും. റെഡി? അങ്ങനെയാണെങ്കിൽ ആൻസർ ഇവിടെ 29 എന്നാണ് നമുക്ക് ആൻസർ കിട്ടുക. ഓക്കെ, ഈ രീതിയിലാണ് നമ്മൾ അതിനെ സോൾവ് ചെയ്യേണ്ടത്. അപ്പൊ മോഡുലസ് വരുമ്പോൾ ആണ് നമ്മൾ എന്ത് അപ്ലൈ ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കുക. ഈ മെത്തേഡ് 2 അപ്ലൈ ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കുക. അതിനെ എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യേണ്ടത് എന്ന് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ശ്രദ്ധിക്കുക, അടുത്ത ചോദ്യം അത് മെത്തേഡ് 3യിലേക്കാണ് വന്നത്. വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. ഇത് പഠിക്കാതെ ഒരു കാരണവശാലും നിങ്ങൾ എക്സാമിന് പോകരുത്. അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ് ഇന്റഗ്രൽ ഓഫ് 0 to a f of x into dx എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ 0 to a f of a minus x into dx എന്നാണ്. ഇന്റഗ്രൽ 0 to a f of x into dx എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ 0 to a f of a minus x into dx എന്നാണ്. ഇത് പഠിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ, അതായത് സൈൻ എന്ന് പറയുന്ന ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ π/2 മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ വില cos x ആണെന്നും, അതോടൊപ്പം തന്നെ കോസ് π/2 മൈനസ് എക്സ് എന്ന് പറയുന്ന വില എന്ന് പറയുന്നത് സൈൻ എക്സ് ആണെന്നും, അതോടൊപ്പം തന്നെ ടാൻ ഓഫ് π/2 മൈനസ് എക്സ് എന്ന് പറയുന്ന വില കോട്ടെക്സ് ആണെന്നും ഒക്കെ ഉള്ള ഒരു അറിവ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്ലിയർ ആയല്ലോ? പ്രോപ്പർട്ടി വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. ഇത് പഠിക്കാതെ ഒരു കാരണവശാലും നിങ്ങൾ എക്സാമിന് പോകാൻ പാടില്ല. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ശ്രദ്ധിച്ചോളുക. നമുക്ക് ആദ്യം തന്നെ പഠിക്കാനുള്ളത് ഇന്റഗ്രൽ ഓഫ് 0 to π/2. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഇതേ ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ആദ്യം തുടക്കത്തിൽ ചെയ്തിരുന്നു. അതെങ്ങനെയായിരുന്നു ക്വസ്റ്റ്യൻ? 0 to π/2 കോസ് സ്ക്വയർ ഇല്ല, അത് വെറും cos x into dx ആയിരുന്നു. ഞാൻ അന്നേരം പറഞ്ഞു നിങ്ങളോട്, ഇവിടെ പ്രോപ്പർട്ടി ഈ മെത്തേഡ് 3 ഉപയോഗിച്ച് ചെയ്യേണ്ട പ്രോപ്പർട്ടി ആണെങ്കിൽ അത് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് വരുമ്പോൾ ഒന്നെങ്കിൽ ഒരു ഫ്രാക്ഷനോ അല്ലെങ്കിൽ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ഒരു പവറോ ഉണ്ടാവും. അതുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ മെത്തേഡ് 3യിലേക്ക് സോൾവ് ചെയ്താൽ മതി. ക്ലിയർ ആയല്ലോ? മെത്തേഡ് 3 ഉപയോഗിച്ച് സോൾവ് ചെയ്താൽ മതി. അപ്പൊ ഇതിനെ എങ്ങനെയാണ് ചെയ്യുക? നിങ്ങൾ ആദ്യം തന്നെ ഈ ചോദ്യത്തിന് I എന്ന് പേര് കൊടുക്കണം. ആദ്യം തന്നെ നിങ്ങൾ ഈ ചോദ്യത്തിന് I എന്ന് ഒരു പേര് കൊടുക്കുക. I is equal to integral of 0 to π/2 cos square x. ഇനി നമ്മൾ ഇപ്പോ പഠിച്ച പ്രോപ്പർട്ടി എന്തായിരുന്നു? പ്രോപ്പർട്ടി ഇന്റഗ്രൽ 0 to a f of x into dx എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഇന്റഗ്രൽ 0 to a f of ആ എക്സിന്റെ വില മാത്രം നമ്മൾ a മൈനസ് എക്സ് ഇൻറ്റു ഡി എക്സ് എന്ന് മാറ്റും. എക്സിന്റെ വിലയെ നമ്മൾ a മൈനസ് എക്സ് എന്ന് മാറ്റും. അതാണ് പ്രത്യേകത. അങ്ങനെയാണെങ്കിൽ അടുത്ത് നമുക്ക് പറയാം I ഈക്വൽ ടു ഇന്റഗ്രൽ 0 to π/2. ഈ തന്നിരിക്കുന്ന കോസ് സ്ക്വയർ അതുപോലെ തന്നെ, പക്ഷെ എക്സ് എന്ന വിലയെ മാത്രം നമ്മൾ എന്തായിട്ട് മാറ്റും? a മൈനസ് എക്സ്. അതായത് ഇവിടെ എയുടെ സ്ഥാനത്ത് π/2 ആണ്, π/2 മൈനസ് എക്സ് ഇൻറ്റു ഡി എക്സ് എന്ന് മാറ്റും. കേട്ടോ? അങ്ങനെയാണെങ്കിൽ ഈ തന്നിരിക്കുന്ന I ഈക്വൽ ടു ഇന്റഗ്രൽ 0 to π/2 ഈ കോസ് സ്ക്വയർ π/2 മൈനസ് എക്സ് എന്ന് പറയുമ്പോൾ ഇത് π/2 മൈനസ് എക്സ്, ഞാൻ നേരത്തെ പറഞ്ഞു തന്നു, കോസ് π/2 മൈനസ് എക്സ് ആരായിട്ട് മാറും? സൈൻ ആയിട്ട് മാറും. അപ്പൊ ഇത് സൈൻ സ്ക്വയർ എക്സ് ഇൻറ്റു ഡി എക്സ് എന്ന് മാറും. ഓക്കെ, അതായത് കോസ് π/2 മൈനസ് എക്സ് എന്ന് പറയുന്നത് സൈൻ എക്സ് ആണ്. ഇപ്പൊ കോസ് സ്ക്വയർ π/2 മൈനസ് എക്സ് എന്തായിട്ട് മാറും? സൈൻ സ്ക്വയർ എക്സ് ആയിട്ട് മാറും. ഇവിടെ ശ്രദ്ധിക്കൂ, ഇതും ഇക്വേഷൻ നമ്പർ 1 ആണ്, ഇത് ഇക്വേഷൻ നമ്പർ 2 ആണ്. രണ്ടിന്റെയും വില I എന്നാണ്. ഓക്കെ, ഈ തന്നിരിക്കുന്നതിൽ നിന്നാണ് നമ്മൾ ഇതിലേക്ക് എത്തിച്ചേർന്നത്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ടും ആഡ് ചെയ്യാം. ആഡിങ് 1 and 2 നമുക്ക് എന്ത് കിട്ടും? 2I ഈക്വൽ ടു, ഐയും കൂടെ ആഡ് ചെയ്യുമ്പോൾ 2I ഈക്വൽ ടു ഇന്റഗ്രൽ 0 to π/2. തന്നിരിക്കുന്ന രണ്ടിനും ഒരേ ഇന്റർവെൽ ആണ്, ഒരേ ലിമിറ്റ് ആണ്. 0 to π/2. ഇവിടുത്തെ വില വരുന്നത് കോസ് സ്ക്വയർ എക്സ് പ്ലസ് ഇവിടുത്തെ വില വരുന്നത് സൈൻ സ്ക്വയർ എക്സ്. ഇത് ആഡ് ചെയ്യുമ്പോൾ cos square x plus sin square x into dx അതിന്റെ വില 1 ആവൂലേ? നമുക്ക് പറയാം 2I എന്ന് പറയുമ്പോൾ ഇന്റഗ്രൽ 0 to π/2 1 into dx.
ഓക്കെ, അങ്ങനെയാണെങ്കിൽ 2i is equal to 1 ഇന്റഗ്രേഷൻ അങ്ങ് x ആകും. അവിടെ ലിമിറ്റ് കൊടുക്കുന്നു 0 to π/2. അങ്ങനെയാണെങ്കിൽ 2i is equal to ഇവിടെ π/2 മൈനസ് 0 എന്നാണ് കിട്ടുക. അങ്ങനെയാണെങ്കിൽ ഐയുടെ വില എന്ന് പറയുമ്പോൾ വാല്യൂ π/4 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഈ രീതിയിൽ സോൾവ് ചെയ്യണം, അപ്പോഴാണ് നമുക്ക് ഫുൾ മാർക്ക് കിട്ടുക. നന്നായി ശ്രദ്ധിച്ചോളുക. ഇത് ചെയ്ത രീതി തന്നിരിക്കുന്ന ചോദ്യത്തിന് ഐ എന്ന് പേര് കൊടുത്തു, പിന്നെ നമ്മൾ അതിന് π/2 മൈനസ് എക്സ് എന്ന എ മൈനസ് എക്സ് എന്ന പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തു. ആ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്ത് അവസാനം കിട്ടിയ വിലയ്ക്കും നമ്മൾ രണ്ടാമത്തെ ഇക്വേഷൻ ആയിട്ട് എടുത്തു, അതും ഐ തന്നെയാണ്. അപ്പൊ ആദ്യത്തെയും രണ്ടാമത്തെ ഇക്വേഷൻസ് ആഡ് ചെയ്ത് 2i is equal to എടുക്കുമ്പോൾ നമുക്ക് വാല്യൂ 1 കിട്ടും. അതിനെ സോൾവ് ചെയ്തെടുക്കുക. റെഡി? നമുക്ക് ഇതേപോലെ അടുത്ത ചോദ്യം നമുക്ക് ചെയ്യണം. ശ്രദ്ധിക്കുക. 0 to a പ്രോപ്പർട്ടിയാണ്, ഫ്രാക്ഷൻ ഉണ്ട്. കണ്ടല്ലോ, 0 to a പ്രോപ്പർട്ടിയാണ്, ഫ്രാക്ഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഐ എന്ന് പേര് കൊടുക്കാം. ശ്രദ്ധിക്കുക, ഐ ഈക്വൽ ടു, ശ്രദ്ധിക്കുക, ഈ തന്നിരിക്കുന്ന ചോദ്യത്തിൽ നമ്മൾ ഐ എന്ന് പേര് കൊടുത്തു. ഐ ഈക്വൽ ഇന്റഗ്രൽ 0 to a റൂട്ട് എക്സ് ബൈ റൂട്ട് എക്സ് പ്ലസ് റൂട്ട് ഓഫ് എ മൈനസ് എക്സ് ഇൻറ്റു ഡി എക്സ്. നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ആ പറഞ്ഞ പ്രോപ്പർട്ടി എന്തായിരുന്നു? ആ പ്രോപ്പർട്ടി ഇന്റഗ്രൽ ഓഫ് 0 to a എഫ് ഓഫ് എക്സ് ഇൻറ്റു ഡി എക്സ് എന്ന് പറഞ്ഞാൽ അതെന്തായിട്ട് മാറും? ഇന്റഗ്രൽ 0 to a എഫ് ഓഫ് എക്സ് കിടക്കുന്നിടത്ത് എ മൈനസ് എക്സ് ഇൻറ്റു ഡി എക്സ്, അതായത് അപ്പർ ലിമിറ്റ് മൈനസ് എക്സ് എന്നാണ് വരിക. ഓക്കെ, ഇവിടെ നമുക്ക് എടുക്കാം ഐ ഈക്വൽ ടു, അതിന് മുൻപ് ഇതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം. ഐ ഈക്വൽ ടു ഇന്റഗ്രൽ 0 to a, കണ്ടല്ലോ, 0 to a റൂട്ട് ഓഫ് എക്സ് കിടക്കുന്നിടത്ത് നമ്മൾ അപ്പർ ലിമിറ്റ് മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എക്സ് കിടക്കുന്നിടത്ത് അപ്പർ ലിമിറ്റ് മൈനസ് എക്സ് പ്ലസ് റൂട്ട് ഓഫ് എ മൈനസ് എക്സ് കിടക്കുന്നിടത്ത് അപ്പർ ലിമിറ്റ് മൈനസ് എക്സ് ഇൻറ്റു ഡി എക്സ്. കണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇത് ഐ ഈക്വൽ ടു ഇന്റഗ്രൽ 0 to a റൂട്ട് ഓഫ് എ മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ ഇവിടെ റൂട്ട് ഓഫ് എ മൈനസ് എക്സ് പ്ലസ് റൂട്ട് ഓഫ് എന്ത് വരും? എ മൈനസ് എ, ഈ മൈനസ് അകത്തോട്ട് പോകുമ്പോൾ പ്ലസ് എക്സ് ഡി എക്സ് ആകും. ഇവിടെ പ്ലസ് എയും മൈനസ് എയും വെട്ടിപ്പോകും. കണ്ടോ? അങ്ങനെയാണെങ്കിൽ ഐ എന്ന് പറയുന്ന വില ഈക്വൽ ടു ഇന്റഗ്രൽ 0 to a റൂട്ട് ഓഫ് എ മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എ മൈനസ് എക്സ് പ്ലസ് റൂട്ട് എക്സ് ഇൻറ്റു ഡി എക്സ് എന്ന് വരും. ഇത് ഇക്വേഷൻ നമ്പർ 2 ആവും. അപ്പൊ നമുക്ക് ഇവിടെയും ഐ ഇസ് ഈക്വൽ ടു നമുക്ക് ഇവിടെയും ഐ ഇസ് ഈക്വൽ ടു 0 to a റൂട്ട് എക്സ് ബൈ റൂട്ട് എക്സ് പ്ലസ് റൂട്ട് ഓഫ് എ മൈനസ് എക്സ് കിട്ടി. ഇവിടെയും ഐ ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് 0 to a റൂട്ട് ഓഫ് എ മൈനസ് എക്സ് ബൈ, ഇത് രണ്ടും എന്താണ്? ഇക്വേഷൻ നമ്പർ 1ഉം ഇക്വേഷൻ നമ്പർ 2ഉം രണ്ടും ഐ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യാം. നമുക്ക് 2i എടുക്കുമ്പോൾ വില എന്ത് കിട്ടും? ഇന്റഗ്രൽ 0 to a ഇവിടെ രണ്ടിടത്തും ഒരേ ലിമിറ്റ് ആണ്, അതേ ലിമിറ്റ് എടുത്തു. ഇവിടെ ഡിനോമിനേറ്റർ രണ്ടും സെയിം ആണ്, അപ്പൊ ഞാൻ ഡിനോമിനേറ്റർ സെയിം ആയിട്ട് എടുക്കുന്നു. റൂട്ട് എക്സ് പ്ലസ് റൂട്ട് ഓഫ് എ മൈനസ് എക്സ് ഡിനോമിനേറ്റർ സെയിം ആയിട്ട് എടുത്തു. ഇനി ന്യൂമറേറ്റർ നോക്കുമ്പോൾ ഇവിടെ റൂട്ട് എക്സ് ഉണ്ട്, ഇവിടെ റൂട്ട് ഓഫ് എ മൈനസ് എക്സ് ഉണ്ട്. ആഡ് ചെയ്യുമ്പോൾ അങ്ങനെയല്ലേ കിട്ടുക? നമുക്കറിയാം, അവിടെ നോക്കൂ, റൂട്ട് എക്സ് ബൈ റൂട്ട് എക്സ് പ്ലസ് റൂട്ട് ഓഫ് എ മൈനസ് എക്സ് ആഡ് ചെയ്യുന്നു. റൂട്ട് ഓഫ് എ മൈനസ് എക്സ് ബൈ റൂട്ട് എക്സ് പ്ലസ് റൂട്ട് ഓഫ് എ മൈനസ് എക്സ്. അപ്പൊ ഡിനോമിനേറ്റർ സെയിം ആയിട്ട് എടുത്തു. ഇനി ന്യൂമറേറ്റർ ഇവിടെയുള്ള റൂട്ട് എക്സ് എടുക്കുന്നു, റൂട്ട് എക്സ് പ്ലസ് ഇവിടെയുള്ള റൂട്ട് ഓഫ് എ മൈനസ് എക്സ് എടുക്കുന്നു ഇൻറ്റു ഡി എക്സ്. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും ക്യാൻസൽ ആയി പോയിട്ട് 2i is equal to ഇന്റഗ്രൽ 0 to a 1 into dx എന്ന് കിട്ടും. റെഡിയാണോ? അപ്പൊ നമുക്ക് എഴുതാം 2i is equal to x, ലിമിറ്റ് കൊടുക്കാം 0 to a. അപ്പൊ 2i is equal to a minus 0. അങ്ങനെയാണെങ്കിൽ ഐയുടെ വില എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് a/2 എന്ന് നമുക്ക് ആൻസർ കിട്ടും. വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ്. നന്നായി ചെയ്തു പഠിക്കുക. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ശ്രദ്ധിച്ചു. അടുത്ത ക്വസ്റ്റ്യനും ഇതേപോലെ തന്നെ 0 to π/2. കണ്ടോ? ഇതിന് നമുക്ക് ഐ എന്ന് പേര് കൊടുക്കാം. നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ ഐ എന്ന് പേര് കൊടുക്കുക. ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ വീണ്ടും ഐ ഈക്വൽ ടു ഇന്റഗ്രൽ 0 to π/2. ഓക്കെ, ഈ തന്നിരിക്കുന്ന എക്സിന്റെ സ്ഥാനത്ത് അപ്പർ ലിമിറ്റ് മൈനസ് എക്സ്, എ മൈനസ് എക്സ് അല്ലെ? അപ്പൊ സൈൻ റേസ് ടു 4 π/2 മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ
താഴെ സൈൻ റേസ് ടു 4 പൈ ബൈ 2 മൈനസ് എക്സ് പ്ലസ് കോസ് റേസ് ടു 4 പൈ ബൈ 2 മൈനസ് എക്സ് ഇൻറ്റു ഡി എക്സ് എന്ന് വരും. സോ ദാറ്റ് ഈക്വൽ ടു ഐ ഈക്വൽ ടു ഇന്റഗ്രൽ 0 ടു പൈ ബൈ 2 സൈൻ പൈ ബൈ 2 മൈനസ് എക്സ് എന്ന് പറയുമ്പോൾ അത് കോസ് എക്സ് ആവും. ആ പവർ 4 ഉള്ളതുകൊണ്ട് അതെന്താവും കോസ് റേസ് ടു 4x ഡിവൈഡഡ് ബൈ സൈൻ പൈ ബൈ 2 മൈനസ് എക്സ് കോസ് എക്സ് ആവും. പവർ 4 ആവുമ്പോൾ കോസ് റേസ് ടു 4x പ്ലസ് സൈൻ കോസ് പൈ ബൈ 2 മൈനസ് എക്സ് എന്തായിട്ട് മാറും സൈൻ ആയിട്ട് മാറും. അപ്പൊ അവിടെ സൈൻ റേസ് ടു 4x dx എന്ന് കിട്ടും. ഇത് ഇക്വേഷൻ നമ്പർ 2. ഈ തന്നിരിക്കുന്ന രണ്ട് ഇക്വേഷൻസും കൂടി നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നു 2i ഈക്വൽ ടു ഇന്റഗ്രൽ 0 ടു പൈ ബൈ 2. ഇവിടെ ഡിനോമിനേറ്റർ സൈൻ റേസ് ടു 4 പ്ലസ് കോസ് റേസ് ടു 4x ആണ്. ഇവിടെയും സൈൻ റേസ് ടു 4x പ്ലസ് കോസ് റേസ് ടു 4x ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഡിനോമിനേറ്റർ ഒരുപോലെ എടുക്കാം സൈൻ റേസ് ടു 4x പ്ലസ് കോസ് റേസ് ടു 4x. ഇനി ന്യൂമറേറ്റർ നോക്കുക. ന്യൂമറേറ്റർ എന്ന് പറയുമ്പോൾ ഇവിടെ ഉള്ളത് സൈൻ റേസ് ടു 4x ഇവിടെ ഉള്ളത് കോസ് റേസ് ടു 4x അത് ആഡ് ചെയ്തെടുക്കുക. സൈൻ റേസ് ടു 4x പ്ലസ് കോസ് റേസ് ടു 4x ഇൻറ്റു ഡി എക്സ്. ഇത് രണ്ടും ക്യാൻസൽ ആയി പോകും. ഓക്കെ, അത് ക്യാൻസൽ ആവുമ്പോൾ 2i ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 ടു പൈ ബൈ 2 1 ഇൻറ്റു ഡി എക്സ്. ഇത് എങ്ങനെയാണ് ആഡ് ചെയ്തെടുത്തത് നിങ്ങൾക്ക് അറിയാമല്ലോ. അതായത് ആദ്യത്തെ ഇക്വേഷനിൽ സൈൻ റേസ് ടു 4 ബൈ സൈൻ റേസ് ടു 4 പ്ലസ് കോസ് റേസ് ടു 4 പ്ലസ് രണ്ടാമത്തെ ഇക്വേഷനിൽ കോസ് റേസ് ടു 4 ബൈ സൈൻ റേസ് ടു 4 പ്ലസ് കോസ് റേസ് ടു 4 അല്ലെങ്കിൽ കോസ് റേസ് ടു 4 പ്ലസ് സൈൻ റേസ് ടു 4 ഏതായാലും കുഴപ്പമില്ല. ഇത് രണ്ടിന്റെയും ഡിനോമിനേറ്റർ സെയിം ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും സൈൻ റേസ് ടു 4 പ്ലസ് കോസ് റേസ് ടു 4 ഡിനോമിനേറ്റർ കോമൺ ആയിട്ട് എടുക്കും. ന്യൂമറേറ്റർ ആഡ് ചെയ്തെടുക്കും സൈൻ റേസ് ടു 4 പ്ലസ് കോസ് റേസ് ടു 4. അതാണ് നമ്മളിപ്പോ അവിടെ ചെയ്തിട്ടുള്ളത്. ഇത് ക്യാൻസൽ ആയി പോയി 1 എന്ന് കിട്ടി. അപ്പൊ നമുക്ക് എന്ത് കിട്ടും 2i ഇസ് ഈക്വൽ ടു എക്സ് ക്ലോസ്ഡ് ഇന്റർവൽ 0 ടു പൈ ബൈ 2. അപ്പൊ 2i ഇസ് ഈക്വൽ ടു ഇവിടെ വില കൊടുക്കുമ്പോൾ പൈ ബൈ 2 മൈനസ് 0. അങ്ങനെയാണെങ്കിൽ ഐയുടെ വില ഇസ് ഈക്വൽ ടു പൈ ബൈ 4 എന്ന ആൻസർ കിട്ടും. കണ്ടോ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. നന്നായി പഠിക്കുക, നല്ലപോലെ മനസ്സിലാക്കുക. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ശ്രദ്ധിക്കുക, അടുത്ത ചോദ്യം സെയിം പാറ്റേൺ ഇന്റഗ്രൽ 0 ടു പൈ ബൈ 2 സൈൻ എക്സ് ബൈ സൈൻ എക്സ് പ്ലസ് കോസ് എക്സ്. മക്കളെ ഇതും 0 ടു എ പ്രോപ്പർട്ടിയാണ്. ഐ എന്ന് വില കൊടുക്കുക, ഇക്വേഷൻ നമ്പർ 1 എഴുതുക. ഓക്കെ, ഐ എന്ന് വില കൊടുക്കുക, ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കുക. നമ്മൾ അടുത്ത സ്റ്റെപ്പില് ഇന്റഗ്രൽ ഓഫ് ആ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 0 ടു പൈ ബൈ 2 സൈൻ പൈ ബൈ 2 മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ ഇവിടെ കൊടുക്കുന്നു സൈൻ പൈ ബൈ 2 മൈനസ് എക്സ് പ്ലസ് കോസ് പൈ ബൈ 2 മൈനസ് എക്സ് ഇൻറ്റു ഡി എക്സ് എന്ന് കൊടുക്കാം. സോ അങ്ങനെയാണെങ്കിൽ ദാറ്റ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് ഇത് ഐ എന്നും പറഞ്ഞാണ് കൊടുക്കേണ്ടത്. ഐ ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് 0 ടു പൈ ബൈ 2 സൈൻ പൈ ബൈ 2 മൈനസ് എക്സ് അങ്ങ് കോസ് എക്സ് ആകും ഡിവൈഡഡ് ബൈ സൈൻ പൈ ബൈ 2 മൈനസ് എക്സ് വീണ്ടും കോസ് എക്സ് ആകും പ്ലസ് കോസ് പൈ ബൈ 2 മൈനസ് എക്സ് സൈൻ എക്സ് ആകും ഇൻറ്റു ഡി എക്സ്. ഇത് ഇക്വേഷൻ നമ്പർ 2. ഈ രണ്ടും കൂടി ആഡ് ചെയ്താൽ ഇക്വേഷൻ നമ്പർ 1ഉം 2ഉം ആഡ് ചെയ്താൽ 2i ഇസ് ഈക്വൽ ടു ഒരേ ലിമിറ്റ് 0 ടു പൈ ബൈ 2. ഓക്കെ, നമുക്കിവിടെ ഉള്ളത് സൈൻ ബൈ കോസ് അല്ല സൈൻ നമുക്കിവിടെ ഉള്ള വില എന്തൊക്കെയാ സൈൻ ഡിവൈഡഡ് ബൈ സൈൻ പ്ലസ് കോസ് അല്ലെ പ്ലസ് പിന്നെ ഇവിടെയുള്ള വില കോസ് ഡിവൈഡഡ് ബൈ സൈൻ പ്ലസ് കോസ്. ഓക്കെ, ഡിനോമിനേറ്റർ സൈൻ പ്ലസ് കോസ് സൈൻ പ്ലസ് കോസ്. അപ്പൊ നമ്മൾ എന്തെടുക്കും സൈൻ പ്ലസ് കോസ് എടുക്കും. ഡിനോമിനേറ്റർ ന്യൂമറേറ്റർ ആഡ് ചെയ്ത് എഴുതും സൈൻ പ്ലസ് കോസ്. കണ്ടോ, അപ്പൊ നമുക്ക് ഇങ്ങനെയായിരിക്കും വരിക എങ്ങനെയായിരിക്കും സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ഡിവൈഡഡ് ബൈ സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ഇൻറ്റു ഡി എക്സ്. ഇത് ക്യാൻസൽ ആയി പോയാൽ നേരത്തെ പോലെ തന്നെ നമുക്ക് 1 എന്ന വിലയാണ് കിട്ടുക. അപ്പൊ 2i ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 ടു പൈ ബൈ 2 1 ഇൻറ്റു ഡി എക്സ്. സോ 2i ഇസ് ഈക്വൽ ടു എക്സ് ലിമിറ്റ് കൊടുക്കുന്നു 0 ടു പൈ ബൈ 2. 2i ഇസ് ഈക്വൽ ടു പൈ ബൈ 2 മൈനസ് 0. സോ ഐയുടെ വില ഇസ് ഈക്വൽ ടു പൈ ബൈ 4 എന്ന ആൻസർ കിട്ടും. കേട്ടോ, ഓക്കെ അല്ലെ? അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ശ്രദ്ധിക്കുക, അടുത്ത ക്വസ്റ്റ്യനും ഇതേ പാറ്റേൺ തന്നെ. ഇന്റഗ്രൽ 0 ടു പൈ ബൈ 4 ലോഗ് ഓഫ് 1 പ്ലസ് ടാൻ എക്സ്. ലോഗ് ഓഫ് 1 പ്ലസ് ടാൻ എക്സ്. ശ്രദ്ധിക്കണം, ലോഗ് ഓഫ് 1 പ്ലസ് ടാൻ എക്സ് ചെയ്യാൻ നിങ്ങൾ ഇവിടെ ഐ എന്ന് പേര് കൊടുക്കണം. കണ്ടോ, ഇതിന് ഇക്വേഷൻ നമ്പർ 1.
ഇതിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഇക്വേഷൻ നിങ്ങളോട് പഠിച്ചു വെക്കണം. എന്താണെന്ന് ചോദിച്ചാൽ tan ഓഫ് പൈ ബൈ 4 പ്ലസ് എക്സ് എന്ന് പറഞ്ഞാൽ tan പൈ ബൈ 4 പ്ലസ് എക്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ വില 1 പ്ലസ് ടാൻ എക്സ് ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ എക്സ് എന്നാണ്. അതേപോലെ തന്നെ tan ഓഫ് പൈ ബൈ 4 മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ വാല്യൂ 1 മൈനസ് ടാൻ എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ എക്സ് എന്നാണ്. ഈ ഒരു ഇക്വേഷൻ, ഈ രണ്ട് റിസൾട്ടുകൾ നിങ്ങൾ അറിഞ്ഞു വെക്കണം. ഓക്കെ, ഈ രണ്ട് റിസൾട്ടുകൾ നിങ്ങൾ അറിഞ്ഞു വെക്കണം. tan പൈ ബൈ 4 പ്ലസ് എക്സ് എന്ന് പറഞ്ഞാൽ 1 പ്ലസ് ടാൻ എക്സ് ബൈ 1 മൈനസ് ടാൻ എക്സും, tan പൈ ബൈ 4 മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ 1 മൈനസ്, ഇവിടെ മൈനസ് ആണെങ്കിൽ മുകളിൽ മൈനസ്, ഇവിടെ പ്ലസ് ആണെങ്കിൽ മുകളിൽ പ്ലസ്. അത് മറന്നു പോകരുത്. അപ്പൊ ഇത് ഇക്വേഷൻ നമ്പർ 1 ആണ്. നമുക്ക് വീണ്ടും എടുക്കാം. I is equal to integral 0 to pi by 4 log of 1 plus ഈ തന്നിരിക്കുന്ന എക്സിന് ടാൻ കൊടുക്കുന്നു. ഈ എക്സിന്റെ വിലയായിട്ട് എന്ത് മാറും? അപ്പർ ലിമിറ്റ് മൈനസ് എക്സ്. കണ്ടോ, അപ്പർ ലിമിറ്റ് മൈനസ് എക്സ് ഇൻറ്റു ഡി എക്സ് എന്ന് മാറും. അങ്ങനെയാണെങ്കിൽ I is equal to integral 0 to pi by 4 log of 1 plus tan pi by 4 minus x ന്റെ വിലയായിട്ട് നമുക്കിവിടെ 1 minus tan x divided by 1 plus tan x എന്ന വാല്യൂ അപ്ലൈ ചെയ്ത് കൊടുക്കണം ഇൻറ്റു ഡി എക്സ്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ I is equal to integral 0 to pi by 4 I is equal to integral 0 to pi by 4 log of എന്തായിരിക്കും വരിക? ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 പ്ലസ് ടാൻ എക്സ്, ഓക്കെ, പ്ലസ് അടുത്ത 1 മൈനസ് ടാൻ എക്സ് ദ ഹോൾ ഡിവൈഡഡ് ബൈ താഴെ 1 പ്ലസ് ടാൻ എക്സ് എന്ന് കിട്ടും. ഓക്കെ, ഇൻറ്റു ഡി എക്സ്. അപ്പൊ ഇതിൽ നമുക്ക് പ്ലസ് ടാൻ എക്സും മൈനസ് ടാൻ എക്സും ഒന്ന് പോകും. അങ്ങനെയാണെങ്കിൽ ഇവിടെ വാല്യൂ എന്തായിട്ട് മാറും? ശ്രദ്ധിക്കാം. നമുക്ക് എന്താ കിട്ടുക? I is equal to integral 0 to pi by 4 log of 2 divided by, കണ്ടോ, 1ഉം 1ഉം കൂടി 2 ആയിട്ട് മാറും. 2 divided by 1 plus tan x എന്ന് മാറും. tan x into dx. അങ്ങനെയാണെങ്കിൽ വീണ്ടും I is equal to integral 0 to pi by 4 ഇവിടെ log a by b, അപ്പൊ log a മൈനസ്, കണ്ടോ, log b, അപ്പൊ log of 1 plus tan x into dx എന്ന് മാറും. ഓക്കെ, അപ്പൊ നമുക്ക് ഈ കിട്ടിയ വിലയെ നമുക്ക് ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് എടുക്കാം. നമുക്ക് ഇക്വേഷൻ നമ്പർ 1 ഇതാണ്. I is equal to integral 0 to pi by 4 log of 1 plus tan x. അടുത്ത ഇക്വേഷൻ ഇതാണ്. I is equal to integral of 0 to pi by 4 log 2 minus log of 1 plus tan x. അപ്പൊ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുന്നു. ഐയും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 2i എന്ന് കിട്ടും, ഈക്വൽ ടു ഇന്റഗ്രൽ 0 to pi by 4 സെയിം ആണ്. ഇവിടുത്തെ വില log of 1 plus tan x ആണ്. ഓക്കെ, പ്ലസ് ഇവിടുത്തെ വില log 2 മൈനസ് log of 1 plus tan x ആണ്. ഇത് ആഡ് ചെയ്യുന്നു ഇൻറ്റു ഡി എക്സ്. അപ്പൊ എന്ത് സംഭവിക്കും? പോസിറ്റീവ് ലോഗ് ഓഫ് 1 പ്ലസ് ടാൻ എക്സും നെഗറ്റീവ് ലോഗ് ഓഫ് 1 പ്ലസ് ടാൻ എക്സും ക്യാൻസൽ ആയി പോകും. ബാക്കി കിട്ടുന്ന വില 2i is equal to integral 0 to pi by 4 log 2 into dx എന്നാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് ചോദിച്ചാൽ ദാറ്റ് ഈക്വൽ ടു 2i is equal to വില എന്ത് കിട്ടും? log 2 കോൺസ്റ്റന്റ് ആണ്, അവിടെ നിൽക്കും, x ക്ലോസ്ഡ് ഇന്റർവൽ 0 to pi by 4. കണ്ടോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ I is equal to, ശ്രദ്ധിക്കുക, I is equal to ഈ 2 ഇവിടെ കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 1/2 log 2. ഓക്കെ, ഈ 2 ഇവിടെ കൊണ്ട് 1/2 log 2 എക്സിന്റെ വിലയായിട്ട് pi by 4 മൈനസ് 0. എക്സിന്റെ വിലയായിട്ട് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. അപ്പോ ഇവിടെ വിലയായിട്ട് കിട്ടുക I is equal to pi by 8. ഈ 1/2 pi by 4 ആയിട്ട് കൂട്ടുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ pi by 8 log 2 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ,
π/8 log 2 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഇത് നന്നായി മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, 4 മാർക്കിനൊക്കെ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. നന്നായിട്ട് പഠിക്കുക. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാൻ ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യം, ഈ ക്വസ്റ്റ്യൻ നമ്മൾ എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ആദ്യം തന്നെ ഇതിന് I ഈക്വൽ ടു എന്ന് പേര് കൊടുക്കണം, ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് സാധാരണ രീതിയിൽ ചെയ്യുന്ന പോലെ തന്നെ I ഈക്വൽ ടു ഇന്റഗ്രൽ 0 to π. ഓക്കെ, എക്സിന് അപ്പർ ലിമിറ്റ് വാല്യൂ മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് സൈൻ ഓഫ് അപ്പർ ലിമിറ്റ് വാല്യൂ മൈനസ് എക്സ് ഇൻറ്റു ഡി എക്സ്. റെഡി? ഇനി അടുത്ത സ്റ്റെപ്പില് I ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to π മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് സൈൻ പൈ മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ അത് സൈൻ എക്സ് തന്നെയാണ്. കാരണം പൈ മൈനസ് എക്സ് എന്ന് പറയുന്നത് സെക്കൻഡ് ക്വാർട്ടറിലാണ്. സെക്കൻഡ് ക്വാർട്ടറിൽ സൈനും കൊസീക്കും പോസിറ്റീവ് ആണ്, നിങ്ങൾക്കറിയാം. അപ്പം സൈൻ പൈ മൈനസ് എക്സ് വിൽ ഗെറ്റ് സൈൻ എക്സ് ഇൻറ്റു ഡി എക്സ്. ഇത് ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് എഴുതാം. അപ്പൊ ഇക്വേഷൻ നമ്പർ 1ഉം കിട്ടി, 2ഉം കിട്ടി. അപ്പൊ ഈ രണ്ടും കൂടി ആഡ് ചെയ്യുന്നു. 2i is equal to ഇന്റഗ്രൽ 0 to π. നമുക്കറിയാം ഡിനോമിനേറ്റർ 1 പ്ലസ് സൈൻ എക്സ് തന്നെയാണ്, അതിന് യാതൊരു മാറ്റവുമില്ല. ന്യൂമറേറ്റർ ഇവിടെ ഉള്ളത് എക്സ് ആണ്, പ്ലസ് ഇവിടുത്തെ ന്യൂമറേറ്റർ പൈ മൈനസ് എക്സ് ആണ് ഇൻറ്റു ഡി എക്സ് ആണ്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ പ്ലസ് എക്സും ഇവിടുത്തെ മൈനസ് എക്സും ക്യാൻസൽ ആയി പോയിട്ട് നമുക്ക് 2i എന്ന് പറയുന്ന വില ഇന്റഗ്രൽ 0 to π ബൈ 1 പ്ലസ് സൈൻ എക്സ് എന്നാണ് നമുക്ക് കിട്ടുക ഇൻറ്റു ഡി എക്സ്. ഓക്കെ, പൈ ബൈ 1 പ്ലസ് സൈൻ എക്സ് ഇൻറ്റു ഡി എക്സ്. അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കുക, അങ്ങനെയാണെങ്കിൽ നമുക്ക് എടുക്കാം ഈ പൈ ഇന്റഗ്രേഷന് മുന്നിൽ കൊണ്ടുവരാം. പൈ ഇന്റഗ്രേഷന് മുന്നിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ 2i is equal to പൈ ഇന്റഗ്രൽ ഓഫ് 0 to π 1 by 1 plus sin x into dx. ഇനി ഇതിനെ എങ്ങനെയാണ് ഇന്റഗ്രേറ്റ് ചെയ്യുക? ഈ ഡിനോമിനേറ്റർ ആയ 1 plus sin x ന്റെ കോൺജുഗേറ്റ് മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. I is equal to π/2 ഇന്റഗ്രൽ ഓഫ് 0 to π. ഈ മുകളിൽ കോൺജുഗേറ്റ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ 1 മൈനസ് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ താഴെ 1 പ്ലസ് സൈൻ എക്സ് ഉണ്ട്, അതിന്റെ കൂടെ നമ്മൾ ഡിനോമിനേറ്ററിന്റെ കോൺജുഗേറ്റ് ആയ 1 മൈനസ് സൈൻ എക്സ് കൂടെ മൾട്ടിപ്ലൈ ചെയ്തു ഇൻറ്റു ഡി എക്സ്. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു π/2 ഇന്റഗ്രൽ 0 to π. മുകളിൽ 1 മൈനസ് സൈൻ എക്സ് തന്നെയാണ്, ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് പറയുമ്പോൾ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഇൻറ്റു ഡി എക്സ് എന്നാണ് കിട്ടുക. സോ ദാറ്റ് ഈക്വൽ ടു π/2 ഇന്റഗ്രൽ ഓഫ് 0 to π. ഇത് 1 മൈനസ് സൈൻ എക്സ് അതുപോലെ നിൽക്കും, ഡിവൈഡഡ് ബൈ 1 മൈനസ് സൈൻ സ്ക്വയർ എക്സ് എന്ന് പറയുന്ന വില അത് കോസ് സ്ക്വയർ എക്സ് ഇൻറ്റു ഡി എക്സ് ആവും. അങ്ങനെയാണെങ്കിൽ π/2 ഇന്റഗ്രൽ 0 to π 1 ബൈ കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ എക്സ് ഇൻറ്റു ഡി എക്സ് എന്ന് മാറും. ഓക്കെ, അപ്പോൾ ഈ വില ദാറ്റ് ഈക്വൽ ടു π/2 ഇന്റഗ്രൽ 0 to π. ഇത് സീക് സ്ക്വയർ എക്സ് ഇൻറ്റു ഡി എക്സ് ആകും, മൈനസ് വീണ്ടും π/2 ഇന്റഗ്രൽ 0 to π. ഇത് സൈൻ ബൈ കോസ് ടാൻ ആവും, 1 ബൈ കോസ് സീക്ക് ആവും. അപ്പൊ വില സീക് എക്സ് ടാൻ എക്സ് ഇൻറ്റു ഡി എക്സ് എന്ന് കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കുക, ദാറ്റ് ഈക്വൽ ടു ഇവിടെ വില അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ π/2 വെളിയിൽ നിൽക്കട്ടെ, π/2 അവിടെ നിൽക്കട്ടെ. സീക് സ്ക്വയർ എക്സിന്റെ ഇന്റഗ്രേഷൻ അങ്ങ് ടാൻ എക്സ് ആവും. ഓക്കെ, ടാൻ എക്സ് ലിമിറ്റ് കൊടുക്കുന്നു 0 to π. ഓക്കെ, 0 to π. അത് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ഈ π/2 ക്യാൻസൽ ചെയ്തോളൂ അല്ലെ. ഇന്റഗ്രൽ 0 to π എന്നിട്ട് ഇവിടെ π/2 കോമൺ ആയിട്ട് എടുത്താൽ മതി. π/2 കോമൺ ആയിട്ട് എടുത്താൽ നമുക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഓക്കെ, π/2 കോമൺ ആയിട്ട് എടുത്തു. ഇതിന്റെ വില എന്തായിട്ട് മാറി? ടാൻ എക്സ് 0 to π ആയി, മൈനസ് അടുത്ത സീക് എക്സ് ടാൻ എക്സ് ഇന്റഗ്രേഷൻ എന്തായിട്ട് മാറി? സീക് എക്സ് ആയി. അവിടെയും നമ്മൾ ലിമിറ്റ് കൊടുത്തു 0 to π. ഓക്കെ, സോ ദാറ്റ് ഈക്വൽ ടു π/2 അവിടെ ഇരിക്കട്ടെ, ഓപ്പൺ ബ്രാക്കറ്റ്. ഇത് ടാൻ പൈ, ടാൻ പൈ എന്ന് പറയുന്ന വില എന്താ? 0 മൈനസ് ടാൻ 0 അതും 0 ആണ്.
ഓക്കെ, അപ്പർ ലിമിറ്റ് കൊടുത്താലും ലോവർ ലിമിറ്റ് കൊടുത്താലും 0 മൈനസ് ഓഫ് സീക്ക് പൈ, ഇവിടെ കൊടുക്കുന്ന വില സീക്ക് പൈ മൈനസ് സീക്ക് 0. റെഡി? അങ്ങനെയാണെങ്കിൽ പൈ ബൈ 2 ഇൻറ്റു ഇത് 0 ആയി പോയി മൈനസ് 0 മൈനസ് ഓഫ് സീക്ക് പൈ എന്ന് പറയുന്ന -1 കിട്ടി, മൈനസ് സീക്ക് 0 1 കിട്ടി. ഓക്കെ, സീക്ക് പൈ എന്ന് പറയുന്നത് -1 ആണ്, സീക്ക് 0 1 ആണ്. ദാറ്റ് ഈക്വൽ ടു പൈ ബൈ 2 ഓഫ് മൈനസ് ഓഫ് -2, അപ്പൊ അത് 2 ആയിട്ട് മാറും. ദാറ്റ് ഈസ് ഈക്വൽ ടു പൈ എന്ന ആൻസർ കിട്ടും. കണ്ടോ, -1 -2 -2 ആണ്, അപ്പൊ മൈനസ് ഓഫ് -2 2 ആയിട്ട് മാറും. 2 2 ക്യാൻസൽ ആയിട്ട് ആൻസർ നമുക്ക് പൈ എന്ന് കിട്ടും. ഇത് മറന്നു പോകണ്ട, ഇതും ഇമ്പോർട്ടന്റ് ചോദ്യമാണ്, 4 മാർക്കിലൊക്കെ ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, നമുക്ക് ഇതേ പാറ്റേണിൽ ഇനി ക്വസ്റ്റ്യൻ ഉണ്ടോ എന്ന് നോക്കാം, അല്ലെങ്കിൽ ഈ പ്രോപ്പർ മെത്തേഡ് 3 ഇവിടെ അവസാനിക്കുകയാണ് മക്കളെ. മെത്തേഡ് 4 ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇതിനകത്ത് ആകെ ഒരൊറ്റ പ്രോബ്ലം ആണ് മെത്തേഡ് 4ലുള്ളത്. ഇത് മെത്തേഡ് 3യുമായിട്ട് വളരെയധികം ബന്ധമുണ്ട്. അതായത് മെത്തേഡ് 3യിൽ 0 to a f of x into dx എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇന്റഗ്രൽ 0 to a f of 0 plus a minus x. അതാണ് നമ്മൾ എങ്ങനെ എഴുതിയത്, ഇന്റഗ്രൽ 0 to a f of a minus x എന്ന് എടുത്ത് എഴുതിയത്. കണ്ടോ, ഈ തരിക 0 to a f of x തരുമ്പോൾ ഈ 0യും എയും കൂട്ടി -x ആണ് നമ്മൾ എടുത്തത്. അത് 0 plus a എന്ന് പറയുന്നത് a minus x എഴുതിയത് മാത്രമേ ഉള്ളൂ. കണ്ടോ, ഇവിടെ 0ക്ക് പകരം a to b വന്നപ്പോ നമ്മൾ എന്ത് എഴുതണം, എക്സിന്റെ സ്ഥാനത്ത്, അതായത് ഈ കിടക്കുന്ന എക്സിന്റെ സ്ഥാനത്ത് മാത്രം അവിടെ എന്ത് വരും, a plus b minus x, ലോവർ ലിമിറ്റ് പ്ലസ് അപ്പർ ലിമിറ്റ് മൈനസ് എക്സ്. എക്സ് കിടക്കുന്ന സ്ഥാനത്ത് മാത്രം എന്ത് വരിക, ലോവർ ലിമിറ്റ് പ്ലസ് അപ്പർ ലിമിറ്റ് മൈനസ് എക്സ് എന്ന് വരിക. ഇത് മാറ്റി ചെയ്യുന്ന പ്രോബ്ലം ആണ്, നന്നായി ശ്രദ്ധിച്ചോളുക. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് തന്നിട്ടുള്ളത്. കണ്ടോ, ഇതിൽ നമ്മൾ ആദ്യം തന്നെ അറിയേണ്ട ഒരു കാര്യം, പൈ ബൈ 3 എന്ന് പറയുന്നത് 60 ഡിഗ്രിയും പൈ ബൈ 6 എന്ന് പറയുന്നത് 90 ഡിഗ്രിയുമാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, പൈ ബൈ 3 എന്ന് പറയുന്ന വില പൈ ബൈ 6ഉമായിട്ട് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 90 ഡിഗ്രി, അതായത് പൈ ബൈ 2 ആണ് എന്ന് മറന്നു പോകരുത്. ഓക്കെ, ഈ ഒരു ഓർമ്മ നിങ്ങളെ മനസ്സിലുണ്ടാവണം. എന്നിട്ട് നമ്മൾ ഇതിന് ഐ എന്ന് പേര് കൊടുക്കുന്നു. ഓക്കെ, ഇതിനെ നമുക്കൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതേണ്ടതുണ്ട്. ഈ റൂട്ട് ഓഫ് ടാൻ എക്സ് എന്ന് പറയുന്നതിനൊക്കെ നമുക്കൊന്ന് മാറ്റി എഴുതണം. അതായത് റൂട്ട് ഓഫ് ടാൻ എക്സ് എന്ന് പറയുമ്പോൾ നമുക്കതിനെ റൂട്ട് ഓഫ് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് കോസ് എക്സ് എന്ന് എഴുതാം. കണ്ടോ, ആ രൂപത്തിൽ നമുക്കൊന്ന് മാറ്റി എഴുതേണ്ടതുണ്ട്, ശ്രദ്ധിക്കാം. അപ്പോ ഐ ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ നമ്മൾ കൊടുക്കുന്നു പൈ ബൈ 6 മുതൽ പൈ ബൈ 3 വരെ 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് റൂട്ട് ഓഫ് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് കോസ് എക്സ് ഇൻറ്റു ഡി എക്സ് എന്ന് കൊടുക്കാം. ഇനി ഇവിടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഐ ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ പൈ ബൈ 6 ടു പൈ ബൈ 3 1 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് കോസ് എക്സ് പ്ലസ് റൂട്ട് ഓഫ് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് കോസ് എക്സ് ഇൻറ്റു ഡി എക്സ് എന്നുണ്ട്. അപ്പോൾ ഒരു ഫ്രാക്ഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് പകരം ഡിനോമിനേറ്ററിനെ നമുക്ക്, അല്ലെങ്കിൽ ഈ ഡിനോമിനേറ്ററിലെ ഫ്രാക്ഷൻ നമുക്ക് റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ നമുക്ക് എന്താ കിട്ടുക, ഐ ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് പൈ ബൈ 6 ടു പൈ ബൈ 3 റൂട്ട് ഓഫ് കോസ് എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് കോസ് എക്സ് പ്ലസ് റൂട്ട് ഓഫ് സൈൻ എക്സ് എന്ന് കിട്ടും. ഇത് ഇക്വേഷൻ നമ്പർ 1 എന്ന് നമുക്ക് എടുക്കാം. ഓക്കെ, അവിടെ ഇരിക്കട്ടെ, ഇക്വേഷൻ നമ്പർ 1. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ ഐ ഈസ് ഈക്വൽ ടു പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം. ഇന്റഗ്രൽ ഓഫ് പൈ ബൈ 6 ടു പൈ ബൈ 3 അല്ലെ, പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോൾ റൂട്ട് ഓഫ് എന്താ കിട്ടുക, റൂട്ട് ഓഫ് കോസ് ഓഫ് എ പ്ലസ് ബി ബൈ 2. അപ്പൊ പൈ ബൈ 6 പ്ലസ് പൈ ബൈ 3 മൈനസ് എക്സ് ദ ഹോൾ ഡിവൈഡഡ് ബൈ അല്ലെ. ഇവിടെയും റൂട്ട് ഓഫ് കോസ് ഓഫ് പൈ ബൈ 6 പ്ലസ് എ പ്ലസ് ബി മൈനസ് എക്സ് എന്നാണ് വരിക അല്ലെ. പ്ലസ് അടുത്തെന്താ വരിക, റൂട്ട് ഓഫ്
root of sine of pi by 6 plus pi by 3 minus x into dx. അങ്ങനെയാണെങ്കിൽ I is equal to integral pi by 6 to pi by 3. നമ്മൾ പറഞ്ഞു pi by 6ഉം pi by 3 കൂടെ ആഡ് ചെയ്യുമ്പോൾ 90 ആണ്, pi by 2 ആണ്. അപ്പൊ വില എന്താവും? root of cos of pi by 2 minus x the whole divided by, ഇവിടെയും root of cos of pi by 2 minus x plus root of sine of pi by 2 minus x into dx എന്നാണ്. അങ്ങനെയാണെങ്കിൽ I is equal to integral pi by 6 to pi by 3. ഇവിടെ root of എന്ത് കിട്ടും? sin x. കാരണം cos pi by 2 minus x root sin x ആവും. ഇത് root of sin x plus root of cos x into dx ആവും. ഇത് ഇക്വേഷൻ നമ്പർ 2. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ നമ്പർ 1ഉം ഇക്വേഷൻ നമ്പർ 2ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക 2i is equal to ഇന്റഗ്രൽ പൈ ബൈ 6 ടു പൈ ബൈ 3. ഇവിടുത്തെ രണ്ടിടത്തെയും ഡിനോമിനേറ്റർ സെയിം ആണ്, റൂട്ട് ഓഫ് സൈൻ എക്സ് പ്ലസ് റൂട്ട് ഓഫ് കോസ് എക്സ്. ന്യൂമറേറ്റർ ആഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഇവിടുത്തെ ന്യൂമറേറ്റർ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് കോസ് എക്സ് ആണ്, കോസ് എക്സ് പ്ലസ് ഇവിടുത്തെ ന്യൂമറേറ്റർ റൂട്ട് ഓഫ് സൈൻ എക്സ് ആണ് ഇൻറ്റു ഡി എക്സ്. ഇത് രണ്ടും ക്യാൻസൽ ആയി പോകും അല്ലെ? അപ്പൊ നമുക്ക് കിട്ടുന്ന വില എന്താ? 2i is equal to integral of pi by 6 to pi by 3 1 into dx എന്നാണ് നമുക്ക് കിട്ടുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ എടുക്കാം 2i is equal to ആ 1 in integration x ആകും, ക്ലോസ്ഡ് ഇന്റർവൽ pi by 6 to pi by 3. ഓക്കെ, ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും നമുക്ക് ഇനി കൊടുത്തെഴുതാം. 2i is equal to ഇവിടുത്തെ വില എന്താവും? അപ്പർ ലിമിറ്റ് പൈ ബൈ 3 മൈനസ് ലോവർ ലിമിറ്റ് പൈ ബൈ 6. അപ്പൊ നിങ്ങൾക്കറിയാം 60ൽ നിന്ന് 30 കുറച്ചാൽ വീണ്ടും നമുക്ക് കിട്ടുന്നത് 30 ഡിഗ്രിയാണ്. അപ്പൊ 2i is equal to നമുക്ക് പൈ ബൈ 6 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ the value of i is equal to pi by 12. ഓക്കെ, ഐയുടെ വിലയായിട്ട് നമുക്ക് പൈ ബൈ 12 എന്നാണ് കിട്ടുക. അത് നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, നമുക്ക് അടുത്ത ഏരിയ എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കുക, മെത്തേഡ് 5 ആണ്. ഇത് ലാസ്റ്റ് മെത്തേഡ് ആണ്. ഇത് നന്നായിട്ട് മനസ്സിലാക്കുക. എന്താണെന്ന് വെച്ചാൽ ഇന്റഗ്രൽ ഓഫ് -a to a നിങ്ങൾക്ക് തരുന്ന ഒരു ചോദ്യത്തിനകത്ത് ലോവർ ലിമിറ്റ് അപ്പർ ലിമിറ്റ് -a to a. പക്ഷെ ഇവിടെ വരുമ്പോൾ ഫംഗ്ഷൻ മോഡ് ആണെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ട, അതായത് ഇന്റഗ്രൽ ഓഫ് ഫോർ എക്സാമ്പിൾ -5 to 5 തന്നിരിക്കുന്ന ഫംഗ്ഷൻ മോഡുലസ് ആണെങ്കിൽ ഇത് അപ്ലൈ ചെയ്യേണ്ട പ്രോപ്പർട്ടി ഏതാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. മോഡുലസ് വരികയാണെങ്കിൽ നമ്മൾ മെത്തേഡ് 2 നമ്മൾ എന്ത് ചെയ്യണം? നിങ്ങൾക്കറിയാം മെത്തേഡ് 2 തന്നെ ചെയ്യണം. പക്ഷെ മോഡുലസ് ഇല്ലാത്തൊരു ഫംഗ്ഷനാണ് ഇവിടെ വരുന്നത്. -a to a ആണെങ്കിൽ അതിന് രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. തന്നിരിക്കുന്ന f of x എന്ന് പറയുന്ന ഫംഗ്ഷൻ, ഈ f of x എന്ന് പറയുന്ന ഫംഗ്ഷൻ ഈവൻ ഫംഗ്ഷൻ ആണെങ്കിൽ നമുക്ക് ഈ പ്രോപ്പർട്ടിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ ഇതാണ് ഈവൻ ഫംഗ്ഷന്റെ കണ്ടീഷൻ. കണ്ടല്ലോ, ഇതാണ് ഈവൻ ഫംഗ്ഷന്റെ കണ്ടീഷൻ. എന്തായിരിക്കും? ഒരു ഫംഗ്ഷനകത്തേക്ക് ഇത് എഫ് ഓഫ് എക്സ് അല്ല, എഫ് ഓഫ് മൈനസ് എക്സ്. കറക്റ്റ് ആണ് കേട്ടോ. ഇതാണ് ഈവൻ ഫംഗ്ഷന്റെ കണ്ടീഷൻ. എഫ് ഓഫ് മൈനസ് എക്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കണം? എഫ് ഓഫ് എക്സ് ആയിരിക്കണം. ഓക്കെ, എന്നാൽ ഇവിടെ എഫ് ഓഫ് മൈനസ് എക്സ് എന്ന് പറയുന്നത് മൈനസ് എഫ് ഓഫ് എക്സ് ആവണം. ഇവിടെ ചെറിയ കറക്ഷൻ ഉണ്ട്. എഫ് ഓഫ് മൈനസ് എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? മൈനസ് എഫ് ഓഫ് എക്സ് ആയിരിക്കണം. കണ്ടല്ലോ, ഓഡ് ഫംഗ്ഷൻ. ഇതിനെ നമ്മൾ ഓഡ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഞാൻ ഇവിടെ നിന്ന് എഴുതിയിട്ട് തരാം. ഈവൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് മൈനസ് എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ആവണം. ഓഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് മൈനസ് എക്സ് എന്ന് പറയുന്നത് മൈനസ് എഫ് ഓഫ് എക്സ് ആവണം. കണ്ടോ? അപ്പൊ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കി വെക്കുക, സൈൻ എക്സ് എന്ന് പറയുന്നത്, ഇപ്പൊ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് സൈൻ എക്സ് ആണ്. സൈൻ എക്സ് എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും ഒരു ഓഡ് ഫംഗ്ഷൻ ആണ്. എന്താ കാരണം? സൈൻ എക്സിന് മൈനസ് കൊടുത്താൽ നമുക്ക് നോക്കാം, എഫ് ഓഫ് മൈനസ് എക്സ് എന്ന് എടുത്താൽ അവിടെ കിട്ടുന്നത് എന്താ? സൈൻ ഓഫ് മൈനസ് എക്സ് എന്ന് പറയുന്നത് മൈനസ് സൈൻ എക്സ് ആണ്. കണ്ടോ? അതായത് മൈനസ് എഫ് ഓഫ് എക്സ് ആണ്. അപ്പൊ സൈൻ എക്സ് എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? ഒരു ഓഡ് ഫംഗ്ഷൻ ആണ്. എന്നാൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു കോസ് എക്സ് എടുത്താലോ, കോസ് എക്സ് എന്ന് പറയുന്നത് ഒരു ഈവൻ ഫംഗ്ഷൻ ആണ്. മറന്നു പോകരുത്, കോസ് എക്സ് എന്ന് പറയുന്നത്
ഒരു ഈവൻ ഫംഗ്ഷൻ ആണ്. അതിന്റെ കാരണം എഫ് ഓഫ് മൈനസ് എക്സ് എന്ന് എടുത്താൽ കോസ് ഓഫ് മൈനസ് എക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന വില എന്ത് തന്നെയാണ്? കോസ് എക്സ് തന്നെയാണ്. നമുക്ക് എന്ത് കിട്ടും? എഫ് ഓഫ് എക്സ് തന്നെ കിട്ടും. കണ്ടോ? അപ്പൊ കോസ് എക്സ് എന്ന് പറയുന്നത് ഒരു ഈവൻ ഫംഗ്ഷനും സൈൻ എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഓഡ് ഫംഗ്ഷനും. ഇനി ഇത് തീരെ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതിങ്ങനെ പഠിച്ചു വെച്ച് പോവുക. എഫ് ഓഫ് എക്സ് സൈൻ എക്സ് എന്ന് പറയുന്നത് ഓഡ് ഫംഗ്ഷൻ ആണ്, കോസ് എക്സ് എന്ന് പറയുന്നത് ഈവൻ ഫംഗ്ഷൻ ആണ്. ക്ലിയർ ആയല്ലോ? അത് മറന്നു പോകണ്ട. നമുക്ക് പ്രോബ്ലത്തിൽ പോയി. ഈവൻ ഫംഗ്ഷൻ ആണെങ്കിൽ 2 ഇൻറ്റു ഇന്റഗ്രൽ 0 to a f of x to dx എന്ന പ്രോപ്പർട്ടി ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, റെഡി? അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ശ്രദ്ധിക്കുക. നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ശ്രദ്ധിക്കുക. ഇതിനകത്ത് ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് വരിക. ഇഫ് എഫ് ഈസ് എ ഫംഗ്ഷൻ സച്ച് ദാറ്റ് എഫ് ഓഫ് മൈനസ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് മൈനസ് എക്സ് എഫ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ അത് ഈവൻ ഫംഗ്ഷൻ ആയി. ഓക്കെ, എഫ് ഓഫ് മൈനസ് എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ആണെങ്കിൽ അത് ഈവൻ ഫംഗ്ഷൻ ആയി. എങ്കിൽ മൈനസ് എ ടു എ ഇൻറ്റു എഫ് ഓഫ് എക്സ് ടു ഡി എക്സ് ആരാണെന്നാണ് ചോദിക്കുന്നത്. ചോദ്യത്തിന്റെ ആൻസർ 2 ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് 0 to a എഫ് ഓഫ് എക്സ് ഇൻറ്റു ഡി എക്സ് എന്നാണ്. ഇത് പഠിച്ചു പോകണം. ഈ പ്രോപ്പർട്ടി തന്നെയാണ് അവിടെ ചോദിച്ചത്. ഇങ്ങനെ ഈവൻ ഫംഗ്ഷൻ ആണെങ്കിൽ ആൻസർ 2 ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് 0 to a എഫ് ഓഫ് എക്സ് ടു ഡി എക്സ് എന്നാണ് കിട്ടുക. ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ ആൻസർ എന്തായി പോകും? 0 ആയി പോകും. അറിയാമല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് പോയാൽ ശ്രദ്ധിക്കുക. ഇവാലുവേറ്റ് ഇന്റഗ്രൽ ഓഫ് മൈനസ് പൈ ബൈ 2 to പൈ ബൈ 2 സൈൻ റേസ് ടു 7x എന്നാണ് ചോദിക്കുന്നത്. സൈൻ റേസ് ടു 7x ആൻസർ എത്രയാണ്? അപ്പൊ നിങ്ങൾക്കറിയാം സൈൻ എക്സ് എന്ന് പറയുന്നത് ഒരു ഓഡ് ഫംഗ്ഷൻ ആണ്. സൈൻ എക്സ് ഓഡാണ്. അപ്പൊ സൈൻ റേസ് ടു 7x എന്ന് പറയുന്നതും എന്താവും? ഓഡാവും. ഇനി സംശയമുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് സൈൻ റേസ് ടു 7x, അതായത് ഇതിനെ നമ്മൾ എഴുതുന്നത് സൈൻ എക്സ് ദ ഹോൾ റേസ് ടു 7 അല്ലെ? ഇവിടെ ഞാൻ എഫ് ഓഫ് മൈനസ് എക്സ് എന്ന് കൊടുത്തു. എഫ് ഓഫ് മൈനസ് എക്സ് കൊടുക്കുമ്പോൾ സൈൻ ഓഫ് മൈനസ് എക്സ് ദ ഹോൾ റേസ് ടു 7 ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് മൈനസ് സൈൻ എക്സ് കണ്ടോ ദ ഹോൾ റേസ് ടു 7 ആണ്. ഇത് ഓഡ് പവർ ആയതുകൊണ്ട് 7 ഒരു ഓഡ് പവർ ആയതുകൊണ്ട് ഈ മൈനസ് അതുപോലെ തന്നെ കിടക്കും. സൈൻ റേസ് ടു 7x എന്ന് തന്നെ നമുക്ക് ആൻസർ കിട്ടും. അതായത് മൈനസ് എഫ് ഓഫ് എക്സ് ആവും. അപ്പൊ ഇത് ഓഡ് ഫംഗ്ഷൻ ആണ്. എഫ് ഓഫ് മൈനസ് എക്സിനെ എനിക്ക് എന്തായിട്ട് കിട്ടി? മൈനസ് എക്സ് ആയിട്ട് കിട്ടി. അപ്പൊ ഇതിന്റെ ആൻസർ ഈക്വൽ ടു 0. ഓഡ് ആണെങ്കിൽ അതിന്റെ ആൻസർ എന്തായിട്ട് പോകും? 0 ആയിട്ട് പോകും. അത് ശ്രദ്ധിക്കുക. ക്ലിയർ ആയല്ലോ? ഇനി അടുത്തത് നമ്മൾ നോക്കുന്നത് ഇതാണ്. ഇവാലുവേറ്റ് മൈനസ് പൈ ബൈ 2 to പൈ ബൈ 2 കോസ് എക്സ് ഇൻറ്റു ഡി എക്സ്. ഇതും എല്ലാം പ്രീവിയസ് ഇയർ ആണ് ചോദിച്ച ചോദ്യങ്ങളാണ്. ഇത് തന്നെ നിങ്ങൾ പഠിച്ചിട്ട് പോവുക. അല്ല വേറൊരു ക്വസ്റ്റ്യൻ നിങ്ങൾ പഠിക്കണ്ട. ഇങ്ങനെ പഠിച്ചിട്ട് പോവുക. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കിക്കോ. എന്താ? മൈനസ് പൈ ബൈ 2 to പൈ ബൈ 2 കോസ് എക്സ് ഇൻറ്റു ഡി എക്സ്. അപ്പൊ നിങ്ങൾക്കറിയാം കോസ് എക്സ് എന്ന് പറയുന്നത് ഒരു ഈവൻ ഫംഗ്ഷൻ ആണ്. ഞാൻ നിങ്ങൾ നേരത്തെ തന്നെ പഠിപ്പിച്ചു. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു കോസ് എക്സ് ആണെങ്കിൽ നമ്മൾ എഫ് ഓഫ് മൈനസ് എക്സ് എന്ന് കൊടുത്താൽ എന്ത് കിട്ടും? കോസ് ഓഫ് മൈനസ് എക്സ്, അതിന്റെ വില കോസ് എക്സ് എന്ന് തന്നെയാണ് കിട്ടുക. അതായത് അത് എഫ് ഓഫ് എക്സ് തന്നെയായിരിക്കും. സോ ഇറ്റ് ഈസ് ഈവൻ ഫംഗ്ഷൻ. ഈവൻ ഫംഗ്ഷൻ ആണെങ്കിൽ ഇതിന്റെ ആൻസർ എന്താ? 2 ഇൻറ്റു ഇന്റഗ്രൽ 0 to പൈ ബൈ 2 എന്ത് കിട്ടും? കോസ് എക്സ് ഇൻറ്റു ഡി എക്സ് എന്നാണ് കിട്ടുക. അപ്പൊ 2 ഇൻറ്റു കോസ് എക്സിന്റെ ഇന്റഗ്രേഷൻ എന്തായിട്ട് മാറും? സൈൻ എക്സ് ആയിട്ട് മാറും. കോസ് എക്സിന്റെ ഇന്റഗ്രേഷൻ സൈൻ എക്സ് ആകും. ക്ലോസ്ഡ് ഇന്റർവൽ 0 to പൈ ബൈ 2. അപ്പൊ 2 ബ്രാക്കറ്റ് വെളിയിൽ അവിടെ നിൽക്കട്ടെ. 2 പുറത്തിട്ടു, ബ്രാക്കറ്റ് എടുത്തു. ഇവിടെ കിട്ടുക സൈൻ പൈ ബൈ 2 മൈനസ് സൈൻ 0. ഓക്കെ, സോ 2 ഇൻറ്റു സൈൻ പൈ ബൈ 2 1 മൈനസ് 0. സോ ആൻസർ 2 എന്ന് നമുക്ക് കിട്ടും. മറന്നു പോകണ്ട, നന്നായിട്ട് പഠിക്കാം. ഇനി അടുത്ത ചോദ്യം ഇല്ല. അപ്പോൾ ഇത്രയുമാണ് ഇന്റഗ്രേഷനകത്ത് നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങൾ. നന്നായിട്ട് പഠിക്കുക. ഇന്റഗ്രേഷൻ ഫുൾ മാർക്ക് കിട്ടുന്നതിന് ഈ പറഞ്ഞ 2 ക്ലാസ്സുകൾ, 2 പാർട്ട് വീഡിയോ ക്ലാസ് ഉണ്ട്. ആ 2 പാർട്ട് വീഡിയോ ക്ലാസ് നന്നായി കാണുക. എന്നിട്ട് പോയി എക്സാം എഴുതുക. ഓക്കെ, അപ്പോ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ ബൈ.